അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണ വഴി ഇടയാക്കണമേ. പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ കർത്താവേ, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ, ഞങ്ങൾക്ക് വേണ്ടി തിരുവിലാൽ മുറിവേറ്റവനെ, ഞങ്ങൾക്ക് വേണ്ടി മുഴുക്കിടം ചൂടിയവനെ, നിന്റെ തിരുമുറുപാടുന്ന വലതുകരം, അനുഗ്രഹത്തിന് അണിപ്രദാർന്ന അത്ഭുതകരം ഓരോ മകൻ്റെ മേലും ഈ നിമിഷം വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിലെ നീ എവിടെയായിരിക്കുന്നു അവിടെ നിനക്ക് അനുഗ്രഹം ആവശ്യമുള്ള ഇടത്ത് വസ്തുക്കൾ നിന്റെ കയ്യിലുണ്ടെങ്കിൽ അതിപ്പോൾ എടുക്കാവുന്നതാണ്. ഞാൻ നിനക്ക് 1 മിനിറ്റ് സമയം തരികയാണ്. ഈ നിമിഷത്തിനുള്ളിൽ നീ വിശ്വാസപ്രമാണം ചൊല്ലിക്കൊണ്ട് നീ കയ്യിലെടുക്കേണ്ട വസ്തുക്കൾ ചിലപ്പോൾ പ്രമാണമാകാം, ചിലപ്പോൾ പറ്റുചീട്ടാകാം, ചിലപ്പോൾ പരീക്ഷ പേപ്പറാകാം, ചിലപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള ഹോൾ ടിക്കറ്റുകളാകാം. എടുക്കും മക്കളെ. അല്ലെ നിനക്ക് പോകേണ്ട ഓരോ വീടിന് നമ്പർ ഇരിക്കേണ്ട സ്ഥലങ്ങളാകാം, അല്ലെങ്കിൽ പുതിയ പാടങ്ങൾ നേർത്തി ചെറിയ വീടുകൾ വെക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളായിരിക്കാം നിൻ്റെത്.
അല്ലെങ്കിൽ നിന്റെ ഇൻ്റർവ്യൂവിൻ്റെ പേപ്പറാകാം, പേനയാകാം, അല്ലെങ്കിൽ നീ ഉപയോഗിക്കുന്ന ലാപ്ടോപ്പ് ആകാം. എടുക്കും മക്കളെ. കർത്താവേ, അങ്ങയുടെ മക്കൾ കയ്യിലെടുത്ത് വെച്ചിരിക്കുന്ന ഓരോ കാര്യങ്ങൾ, അവർക്ക് വേണ്ടി അവർക്ക് അടുത്തില്ലെങ്കിൽ അവർക്ക് വേണ്ടി മാതാപിതാക്കന്മാർ എടുത്ത് പോയി കയ്യിൽ വെച്ചിരിക്കുന്ന സാധനങ്ങൾ ഇപ്പോൾ ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ 39 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ഞാൻ നിങ്ങളുടെ ഉപകരണങ്ങളെ ആശീർവദിക്കുന്നു. നിങ്ങൾ ഓരോരോ ഇടങ്ങളിലേക്ക് പോകാനും കൊടുക്കാനും വാങ്ങിക്കാനുമുള്ള വിഷയങ്ങളെ കർത്താവിൻ്റെ നാമത്തിൽ ആശീർവദിക്കുന്നു. കർത്താവ്, ഞാൻ നിനക്ക് മുമ്പ് എൻ്റെ ദൂതനേക്ക് നളിച്ചത് കർത്താവിൻ്റെ ദൂതൻ നിനക്ക് മുമ്പേ പോവുകയും നിൻ്റെ വഴികളെ ക്രമീകരിക്കുകയും ചെയ്യട്ടെ. ആശങ്കപ്പെടുന്ന വിഷയങ്ങൾ, ആശങ്കപ്പെടുന്ന വ്യക്തികൾ പരിശുദ്ധാത്മാവിൽ നിറയട്ടെ. നിന്നെ ഭീഷണിപ്പെടുത്തുകയും സങ്കടപ്പെടുത്തുകയും ചെയ്യുന്ന ഇന്നത്തെ എന്തെല്ലാം സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് ഓരോ യോഗമാകാം, മീറ്റിംഗ് ആകാം, അവിടെ ഉണ്ടാകുന്ന ക്രിറ്റിസിസം ആകാം, നിന്നുള്ള ചോദ്യം പറച്ചിലാകാം, എന്തും ആയിക്കൊള്ളേ, അവിടെയെല്ലാം പരിശുദ്ധാത്മാവ് പരിശുദ്ധ ദേവമാതാവിനെ ഏൽപ്പിക്കുന്നു. Lord Jesus Christ, pour out His Spirit, touch your fire finger, soak with the precious blood, authority of the Catholic Church, power of Jesus Christ, with the merit of some holy priesthood, I bless and hallow you. ഇന്ന് ഒരു സാക്ഷ്യമുണ്ടായി. ഒരു മോള് പറയണത്, ഞാൻ കർത്താവിനോട് ഒന്നേ പറഞ്ഞുള്ളൂ, ഒരു പാപം ചെയ്ത് നിൻ്റെ മുമ്പിൽ തലയും കുമ്പിട്ട് നിൽക്കാൻ നീ എന്നെ അനുവദിക്കരുത്. എന്നാ വർത്തവനാണ് ആൾക്കാർക്ക് പറഞ്ഞു കൂട്ടുന്നത്. ഇക്കാലമാണ് പാപം കൊണ്ട് ജനം ആ പെരുന്നാൾ നടത്തുന്ന ഒരു കാലത്ത് ഒരു ഉടമ്പടി ക്രിസ്ത്യാനി ദൈവത്തോട് പറയുന്ന പ്രാർത്ഥനക്ക് ഭയങ്കരമായ കാലത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. എന്താ പറയണത്? ഒരു പാപം ചെയ്ത് നിൻ്റെ മുമ്പിൽ തലയും കുനിച്ചിട്ട് നിൽക്കേണ്ട ഒരു അവസ്ഥ എനിക്ക് വരരുത്. അതാണ്. അത്രയും മനുഷ്യന്മാർ വിശുദ്ധമായിട്ട് ജീവിക്കുക. ഇപ്പം എല്ലാവരും വിചാരിക്കണേ എല്ലാവരും പറഞ്ഞു പരത്തേണ്ടത് മനുഷ്യൻ മുഴുവനും ഇങ്ങനെ പിഴയാണെന്ന്. അങ്ങനൊന്നുമല്ല. മനുഷ്യൻ മുഴുവനും പിഴയാണെന്ന് ഓരോ അണ്ണന്മാരും ഓരോരുത്തരെയും കുറിച്ച് നിങ്ങൾ ഇതുപോലെ ബ്രാൻഡ് ചെയ്യുമ്പോൾ ഓർക്കുക, ഈ ബ്രാൻഡ് ചെയ്യുന്നതിൻ്റെ ഉള്ളിൽ കൂടി സത്യസന്ധമായ ദൈവത്തിന് വേണ്ടി ജീവിച്ചുകൊണ്ട് ദൈവരാജ്യം അടിച്ചു മാറ്റുന്ന ഒത്തിരിയേറെ അടിയൊഴുക്കുകൾ നടക്കുന്നുണ്ട്. വിശുദ്ധിയുടെ അടിയൊഴുക്കുകൾ. നമ്മളൊക്കെ വിചാരിച്ചിരിക്കണം ലോകം മുഴുവൻ പോക്കാണ്, അതിനെ കുരിയാണെന്നൊക്കെ പറഞ്ഞിരിക്കുകയല്ലേ. പക്ഷെ അല്ല, ഒരു സമൂഹം ഉണ്ട് ഇവിടെ. അവരെ പ്രതിയാണ് ദൈവം ലോകത്തെ തന്നെ സംരക്ഷിച്ചുകൊണ്ട് പോണത്. വിലാപം 3:22. കർത്താവിന്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല. അവിടുത്തെ കാരുണ്യം അവസാനിക്കുന്നില്ല. ഓരോ പ്രഭാതത്തിലും അത് പുതിയതാണ്. അവിടുത്തെ വിശ്വസ്തത ഉന്നതമാണ്. ഇപ്പം എന്തെല്ലാം വെള്ളപ്പൊക്കം ഉണ്ടായാലും ഈ വിശ്വസ്തത ഇങ്ങനെ വെള്ളത്തിന് മീതെ നിൽക്കും. അതാ ഉന്നതം എന്ന് പറയുന്നത്. വെറുതെ ഉന്നതം. ബൈബിളിൽ ഉന്നതം, കുന്ന് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കലാപകാലത്ത് കയറി നിൽക്കാനുള്ള ഇടമാണ്. അവരെപ്പോഴും അങ്ങനെയൊക്കെ പറയത്തുള്ളൂ. കർത്താവിൻ്റെ പാറയാണ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് പാറയൊക്കെ കഠിനമുള്ളതല്ലേ എന്ന് വിചാരിക്കും. പറവൻ്റെ ഹൃദയം പോലെയാണ് കർത്താവ്. അങ്ങനെയല്ല. പാറയെന്ന് പറയുമ്പോൾ ഞാൻ ആശ്രയിക്കുന്ന പാറ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോരോ കാലം വരുമ്പോഴും പട വരുമ്പോഴും മനുഷ്യൻ സംരക്ഷിക്കപ്പെടുന്നതും ഗുഹകൾ പോലെയുള്ള ഗുഹയും പാറയെന്ന് അവർ പറയണത്. സങ്കീർത്തനം 27:5. ക്ലേശകാലത്ത് അവിടുന്ന് തന്റെ ആലയത്തിൽ എനിക്ക് അഭയം നൽകും. തന്റെ കൂടാരത്തിനുള്ളിൽ എന്നെ ഒളിപ്പിക്കും. എന്നെ ഉയർന്ന പാറമേൽ നിർത്തും. അപ്പം അത് ക്ലേശകാലമായാലും യുദ്ധകാലമായാലും വെള്ളപ്പൊക്ക കാലമായാലും കർത്താവ് ഉയർന്ന പാറമേൽ നമ്മൾ നിർത്തും. കർത്താവിൻ്റെ സംരക്ഷണത്തെക്കുറിച്ച് പറയണതാണ്. എൻ്റെ പേര് സോണി. ഞാൻ മലപ്പുറം കാളികാവ് സെൻറ്റ് സേവിയേഴ്സ് ചർച്ച് ഇടവക്കാരിയാണ്. ഞാൻ 2024 ഓഗസ്റ്റ് 4 മരിയൻ ഉടമ്പടി എടുക്കാനായി ഇവിടെ വന്നത്. ആ സമയത്ത് ഞാൻ സൗദി വർക്ക് ചെയ്യുമായിരുന്നു. 2 ഇയർ കോൺട്രാക്റ്റ് ഫിനിഷ് ചെയ്ത് നിൽക്കുന്ന സമയമായിരുന്നു. അപ്പം ഞാൻ കമ്പനിയുടെ അണ്ടറിലാണ് ഞാൻ സൗദി പോയത്.
അപ്പം ഞാൻ വർക്ക് ചെയ്ത ഒരു മലയാളി മാനേജ്മെൻറ്റിൻ്റെ അണ്ടറിലായിരുന്നു വർക്ക് ചെയ്തത്. അപ്പം ആ മാനേജ്മെൻറ്റ് പറഞ്ഞു ഇനി കമ്പനിയുടെ അണ്ടറിലുള്ള സ്റ്റാഫിനെ അവിടെ റിന്യൂവൽ ചെയ്യുന്നില്ല എന്ന് തന്നെ പറഞ്ഞു. അപ്പോൾ വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കയറണമെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് വെക്കേഷൻ തന്ന് വിട്ടത്. ആ സമയത്താണ് ഞാൻ ഈ ഉടമ്പടി എടുത്തത്. ഉടമ്പടി എടുത്ത് ഞാനിവിടെ വന്ന് മാതാവിനോട് പ്രാർത്ഥിച്ച ഒരേ ഒരു കാര്യമെന്ന് പറഞ്ഞാൽ, എനിക്ക് ആ സമയത്ത് സാലറി പെൻഡിങ് ഉണ്ടായിരുന്നു, ഒരു 3 month സാലറി പെൻഡിങ് ആയിരുന്നു ആ ടൈമിൽ. അത് കഴിഞ്ഞ് ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുത്തു. ഉടമ്പടി നിയോഗത്തിൽ ഫസ്റ്റ് ഞാൻ ഞാൻ വർക്ക് ചെയ്ത ആ ഹോസ്പിറ്റലിൽ തന്നെ എനിക്ക് ഡ്യൂട്ടിക്ക് കയറണം. ഞാൻ 45 ദിവസം കഴിഞ്ഞ് ചെല്ലുമ്പോൾ എനിക്ക് അവിടെ കമ്പനിയുടെ അണ്ടറിൽ അക്കോമഡേഷൻ നിർത്താതെ എനിക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഞാൻ വർക്ക് ചെയ്ത ഹോസ്പിറ്റലിൽ തന്നെ എനിക്ക് കിട്ടണമെന്ന് പ്രാർത്ഥിച്ച് ഞാൻ പോയത്. ഇവിടുന്ന് അന്ന് സാലറി 3 മാസത്തെ പെൻഡിങ് ഉണ്ടായിരുന്നു. ഞാൻ ഉടമ്പടി എടുത്തു. ഇവിടുന്ന് നൈറ്റ് ടൈമിൽ ഞാൻ എൻ്റെ അക്കൗണ്ട് ചെക്ക് ചെയ്തപ്പം 1 month സാലറി എനിക്ക് റിസീവായി. അത് കഴിഞ്ഞ് ഞാൻ വെക്കേഷനൊക്കെ കഴിഞ്ഞ് അവിടെ ചെന്ന് എനിക്ക് 1 week മാത്രമേ എനിക്ക് അവിടെ നിൽക്കേണ്ട വന്നുള്ളൂ. അതിന് മുമ്പ് തന്നെ ഞാൻ വർക്ക് ചെയ്ത അതേ ക്ലിനിക്കിൽ തന്നെ എനിക്ക് ജോലി തന്ന് അമ്മ എന്നെ സഹായിച്ചു. അതോടുകൂടി അത് കഴിഞ്ഞ് 2 month സാലറിയും അപ്പം തന്നെ ഞാൻ ചെന്ന് ഒരു 2 weeksനുള്ളിൽ എനിക്ക് കിട്ടുകയും ചെയ്തു. ഞാനാണെങ്കിൽ എല്ലാ ദിവസവും ഡെയിലി ബ്രെഡ് എന്നാരംഭിച്ചു അന്ന് തൊട്ട് ഞാൻ എന്നും കണ്ടിന്യൂസ് അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് കാണുമായിരുന്നു. അവിടെ വന്ന ഓരോ ഇഷ്യൂസിനും ഞാൻ ആ സമയത്തൊക്കെ പ്രാർത്ഥിക്കുക. അച്ഛൻ പറയും പ്രാർത്ഥിക്കുക, അതിനുവേണ്ടി പ്രാർത്ഥിക്കാൻ പറയുന്ന സമയത്തെല്ലാം ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. ആ ടൈമിലാണ് ഒരു 2-3 മാസം മുമ്പ് എൻ്റെ ATM കാർഡ് എക്സ്പയർഡായി. അപ്പോൾ അവിടുത്തെ കമ്പനി സ്റ്റാഫ് ആയതുകൊണ്ട് കമ്പനിക്കാരോട് നമുക്ക് റിക്വസ്റ്റ് ചെയ്യാനേ പറ്റുള്ളൂ. അവരെന്ന് തരുന്നോ അന്നേ നമുക്ക് ATM കാർഡ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ 2-3 തവണ ഞാൻ അവരോട് റിക്വസ്റ്റ് ചെയ്ത് നോക്കി, അവനെനിക്ക് തന്നില്ല. ഒരു ദിവസം അച്ഛൻ ഡെയിലി ബ്രെഡിൽ പറഞ്ഞു എന്താവശ്യത്തിന് വേണ്ടിയാണോ അതേ തൊട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാൻ പഴയ ATM കാർഡ് വെച്ച് ഞാൻ അങ്ങോട്ട് പ്രാർത്ഥിച്ചു. അന്ന് ഒരു ഉച്ചയായപ്പോൾ എനിക്ക് പുതിയ ATM കാർഡ് എനിക്ക് റിസീവ് ആയെന്നും പറഞ്ഞു മെസ്സേജ് വന്നു. അതുപോലെ തന്നെയാണ് ആ സമയത്താണ് കഴിഞ്ഞ മാസം 2 മാസം മുമ്പ് എനിക്ക് വെക്കേഷനാണ്. അപ്പം കമ്പനിക്കാരോട് നമ്മൾ ടിക്കറ്റും കാര്യങ്ങളൊക്കെ ചോദിക്കും, വെക്കേഷൻ്റെ കാര്യങ്ങളൊക്കെ ചോദിക്കും. അപ്പം ടിക്കറ്റ് ആണെങ്കിൽ അവർ മാക്സിമം നമ്മൾ ഡയറക്റ്റ് ഫ്ലൈറ്റ് അവർ തരത്തില്ല. അപ്പം ഞാൻ ആദ്യമേ അമ്മയോട് പ്രാർത്ഥിച്ചു, അമ്മേ എനിക്ക് ഡയറക്റ്റ് ഫ്ലൈറ്റ് വേണം, കാരണം എനിക്ക് അവിടെ എവിടെയും പോയിരിക്കാൻ പേടിയാണ്, ഞാൻ ഒറ്റയ്ക്കാണ് പോകുന്നത്. അപ്പോൾ എനിക്ക് ഡയറക്റ്റ് ഫ്ലൈറ്റ് കിട്ടണേ, എനിക്ക് തരണമേ, അവരോട് പറയണേ. എനിക്ക് അവരോട് ഞാൻ പറഞ്ഞാൽ അവർ കേൾക്കൂല, അമ്മ തന്നെ പോയി പറഞ്ഞ് ശരിയാക്കി തരണേന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ അന്ന് രാവിലെ ഞാൻ ഡെയിലി ബ്രെഡ് കണ്ടപ്പോൾ അച്ഛൻ പറഞ്ഞു നമുക്ക് എന്താവശ്യമാണോ, നമുക്കിപ്പോൾ എന്ത് ഡോക്യുമെൻറ്റ്സ് ആണോ അത് കയ്യിൽ വെച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാൻ ഉടനെ തന്നെ പാസ്പോർട്ട് എടുത്ത് കയ്യിൽ വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു. അമ്മേ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് എന്തായാലും എൻ്റെ വെക്കേഷൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവരുത്, എനിക്ക് ടിക്കറ്റും കിട്ടണം, എനിക്ക് ഡയറക്റ്റ് ഫ്ലൈറ്റ് തന്നെ വേണമെന്നും പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു. അന്ന് സാധാരണയായിട്ട് ഈ കമ്പനിക്കാരാണെങ്കിൽ പോകുന്നതിന് ഒരാഴ്ചക്ക് മുമ്പായിരിക്കും നമുക്ക് ടിക്കറ്റൊക്കെ എടുത്ത് തരുന്നത്. പക്ഷേ അന്ന് ഞാൻ പ്രാർത്ഥിച്ചെന്ന്, അതായത് 1 മാസം മുമ്പ് അത് ഞാൻ പ്രാർത്ഥിച്ച അന്ന് തന്നെ, അന്ന് വൈകുന്നേരം ഒരു 10:30 മണിയായപ്പം എനിക്ക് മെസ്സേജ് വന്നേക്കുന്നു എൻ്റെ ടിക്കറ്റ് കൺഫേം ആണെന്നും പറഞ്ഞു. എനിക്ക് ഡയറക്റ്റ് ഫ്ലൈറ്റ്, കാലിക്കറ്റിലേക്കുള്ള ഡയറക്റ്റ് ഫ്ലൈറ്റ് തന്നെ ഞാൻ ആഗ്രഹിച്ചു. ഞാൻ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്തു ഏതൊക്കെ ഫ്ലൈറ്റ് ഉണ്ട് ഞാൻ പോകുന്ന ആ ദിവസം. അപ്പം ഞാനിങ്ങനെ മനസ്സുകൊണ്ട് അമ്മ ഈ നല്ല ഫ്ലൈറ്റാണ്, ഇത് കിട്ടുമായിരുന്നേ കൊള്ളായിരുന്നു എന്ന് പറഞ്ഞ് ആ ഫ്ലൈറ്റ് തന്നെ എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ആ സെയിം ഫ്ലൈറ്റ് തന്നെ എനിക്ക് അമ്മ അനുഗ്രഹിച്ചു. അത് കഴിഞ്ഞ് ഞാൻ പോരുന്ന അന്ന് ലഗേജ് ഞാൻ ഇൻഡിഗോ ഫ്ലൈറ്റിലാണ് വന്നേ. അപ്പോൾ ഇൻഡിഗോ ഫ്ലൈറ്റിലാണെങ്കിൽ ലഗേജ് കുറച്ച് കൂടുതലായാൽ തന്നെ പ്രശ്നം ഉണ്ടാവും. അപ്പോൾ എല്ലാവരും എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു, ഞാൻ നോക്കി എൻ്റെ വെയിൻ മെഷീൻ്റെ പ്രോബ്ലം ആണോ എന്നറിയത്തില്ല. ഞാൻ പിന്നെ ലാസ്റ്റ് മൊമെൻറ്റ് നോക്കിക്കഴിഞ്ഞപ്പം എൻ്റെ വെയിറ്റ് കൂടുതലായിട്ട് കണ്ടു, ഒരു 31-31.5 കണ്ടു. അപ്പോൾ എല്ലാവരും എന്നോട് പറഞ്ഞു, പറഞ്ഞതല്ലേ കറക്റ്റായിട്ട് വെയിറ്റ് കെട്ടണമെന്ന് പറഞ്ഞല്ലേന്ന് ചോദിച്ചു. അപ്പോഴും ഞാൻ ഉടമ്പടി പ്രാർത്ഥന ചൊല്ലിയിട്ട് ഞാൻ ഉപ്പും തൈലും ഒക്കെ എൻ്റെ ലഗേജിൽ തേച്ചു. എന്നിട്ട് ഞാൻ അമ്മയോട് പറഞ്ഞു, ഞാൻ പോവുകയാണ്, എനിക്ക് ഒരു പ്രശ്നമില്ലാതെ എനിക്ക് യാത്ര ചെയ്യണം, എനിക്ക് ടെൻഷൻ അടിക്കാൻ വയ്യ, സഞ്ചാരി മാതാവ് എൻ്റെ കൂടെ വന്ന് ഇതിലൊരു പരിഹാരം ഉണ്ടാക്കി തരണമെന്ന് പ്രാർത്ഥിച്ച് ഞാൻ ഇറങ്ങി. അവിടെ ചെന്നിട്ടും ഞാൻ എയർപോർട്ടിൽ കയറി കഴിഞ്ഞിട്ട് എനിക്ക് ടെൻഷൻ ഉണ്ടെന്ന് ചോദിച്ചാൽ, പക്ഷെ ഞാൻ എന്താ ടെൻഷനാണോ സന്തോഷമാണോ ഒന്നും എനിക്കറിയില്ല, അങ്ങനത്തെ ഒരു ഫീലിങ്സ്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പം ഒരു സൗദി സ്റ്റാഫായിരുന്നു. ഞാൻ അവിടെ ചെന്നു, എന്നോട് പാസ്പോർട്ട് വാങ്ങിച്ചു, ലഗേജ് ഞാൻ ലഗേജ് വെച്ച് നോക്കുമ്പോൾ എനിക്ക് 32.3. അപ്പോൾ അപ്പുറേ നിന്നവരെല്ലാം പറഞ്ഞു, മോളെ ഇത് കൂടുതലാണ്, ഇത് ലഗേജ് നിൻ്റെ പൊട്ടിക്കേണ്ട വരുമല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അപ്പോഴും മാതാവിനോട് പറഞ്ഞു, മാതാവേ ഞാൻ ഏൽപ്പിച്ചേക്കുന്ന കാര്യമാണ്,
അതെനിക്ക് ചെയ്തു തരണമെന്ന് പറഞ്ഞു. പെട്ടെന്ന് ആ സ്റ്റാഫിന് ഒരു മെസ്സേജ് വന്നു മൊബൈലിൽ. ആ മെസ്സേജ് നോക്കി അവർ ചിരിക്കുന്നുണ്ട്. പിന്നെയും രണ്ടാമത് മെസ്സേജ് വരുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ എന്നോട് ചോദിച്ചു, ഒറ്റയ്ക്കാണോ പോകുന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ആ ഒറ്റയ്ക്കാണ് ഞാൻ പോകുന്നതെന്നും പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു, എന്നിട്ട് ആ മെസ്സേജ് തന്നെയാണ് അവർ നോക്കുന്നത്. എൻ്റെ വെയിറ്റിലേക്ക് അവർ നോക്കിയതേ ഇല്ല. അപ്പം തന്നെ അവർ ബോർഡിംഗ് പാസ് അടിച്ചു തന്നു. ലഗേജിൽ സ്റ്റിക്കർ ഒട്ടിച്ച് ലഗേജ് അങ്ങ് വിട്ടു. എന്നോട് പറഞ്ഞു, ശരി പൊക്കോന്നും പറഞ്ഞു. എനിക്ക് പാസ്പോർട്ടും ബോർഡിംഗ് പാസും തന്നു. ശരിക്കും ഞാൻ അവിടെ എന്താ ചെയ്യേണ്ടത്? അവരെൻ്റെ വെയിറ്റ് നോക്കിയില്ലേ. ഞാൻ കുറേ നേരം അവിടെ നിന്നു. എന്നിട്ട് ഞാൻ കുറേ അമ്മയ്ക്ക് ഒത്തിരി നന്ദി പറഞ്ഞു. കാരണം നമ്മളെ നിർത്തിയിട്ട് അമ്മ ഇങ്ങനെ ഓരോന്ന് കാണിച്ചു തരുക, അത്ഭുതങ്ങൾ നമ്മുടെ മുമ്പിൽ നിർത്തിയിട്ട് ഞാൻ ചെയ്തോളാം, നീ അവിടെ വെറുതെ നിന്നോ എന്ന് പറഞ്ഞ രീതിയിൽ നമുക്കവിടെ കാണിച്ചു തരുവാണ്. അപ്പോൾ ഒത്തിരി സന്തോഷം. ഞാൻ ഒരുപാട് നന്ദി പറഞ്ഞു. ഞാൻ അപ്പം തന്നെ അമ്മയോട് പറഞ്ഞു, ഞാനിവിടെ വന്ന് സാക്ഷ്യം പറയും അമ്മയെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വന്നത്. പിന്നെയാണെങ്കിൽ എനിക്കാണെങ്കിൽ അവിടെ നിൽക്കുന്ന സമയത്ത് എനിക്ക് കിട്ടിയ ചെറുതും വലുതുമായ എല്ലാ അനുഗ്രഹങ്ങളും ഞാൻ എല്ലാവരോടും പറയും. റൂമിലുള്ളവരോടും, അവിടെ ഡ്യൂട്ടി മലയാളികളുണ്ട്, ഒരുപാട് പേരുണ്ട്, അവരോടൊക്കെ പറയും. അവർക്കും താല്പര്യം തോന്നി 2-3 പേര് വന്ന് ഇവിടെ എന്നെ ഇതിൽ ഉടമ്പടി എടുത്തിട്ടുണ്ട്. പിന്നെ പത്രം ഞാൻ കൊണ്ടുപോയായിരുന്നു, അവിടെ എല്ലാവർക്കും വിതരണം ചെയ്തു. കാരുണ്യപ്രവൃത്തി എന്നെയും കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ നാട്ടിലുള്ള ബന്ധുക്കാരെയൊക്കെ ഹെൽപ്പ് ചെയ്യുമായിരുന്നു. ഒരുപാട് നന്ദി. എന്നെ സഹായിച്ച സഞ്ചാരി മാതാവ് എൻ്റെ കൂടെ എപ്പോഴും. എനിക്കാണെങ്കിൽ ഭയങ്കര ടെൻഷൻ എവിടെ ഒറ്റയ്ക്ക് പോകാനും. പക്ഷെ ഞാൻ ഈ മരിയ ഉടമ്പടി എടുത്ത് എവിടെ പോയാനാ, സൗദിയിലാണെങ്കിൽ ഒറ്റയ്ക്ക് എവിടെ യാത്ര ചെയ്യാനും എനിക്കൊരു ധൈര്യമായി. ശരിക്കും പറഞ്ഞാൽ ഒരു ഡിപ്പെൻഡ് ഇല്ലാതെ ഞാൻ ഒറ്റയ്ക്ക് നിൽക്കാൻ തുടങ്ങി. ശരിക്കും പറഞ്ഞാൽ എല്ലാ പരിശുദ്ധ അമ്മയുടെ അൾത്താരയിൽ സാക്ഷ്യം പറയാൻ ലഭിച്ച അനുഗ്രഹത്തെ ഓർത്ത് പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി രേഖപ്പെടുത്തുന്നു. എൻ്റെ പേര് ശ്രീജ റോസ്മേരി, തിരുവനന്തപുരം കരമന സെൻറ്റ് മേരീസ് ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ ഉടമ്പടി എടുത്തത് 2/10/2023 എൻ്റെ അമ്മയ്ക്ക് 5 വർഷത്തിൽ കൂടുതലായി ബ്ലീഡിങ് ഉണ്ടായിരുന്നു. പല ഡോക്ടേഴ്സിനെ കാണിച്ചു, പല വിധത്തിലുള്ള ടെസ്റ്റുകളും ചെയ്തു. ആരും ഒരു ഡയഗ്നോസും ചെയ്തിട്ടില്ലായിരുന്നു. ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് ഞാൻ നിയോഗം വെച്ചതിൻ്റെ ഫലമായി നിയോഗം വയ്ക്കുകയും തൈലവും ഉപ്പും വിശ്വാസ പ്രമാണത്തോടുകൂടി ചൊല്ലി അമ്മയ്ക്ക് തൈലം പൂശുകയും ചെയ്തു. പിന്നെ സ്റ്റോളിൽ നിന്ന് കിട്ടിയ നീലത്തിരിയും ഉപയോഗിച്ച് പ്രത്യക്ഷീകരണ പ്രാർത്ഥന പറയുകയും കാശ് രൂപം കൊടുത്ത് പ്രാർത്ഥിക്കുക. എല്ലാ ദിവസവും രാവിലെ അമ്മയും പ്രാർത്ഥിക്കുമായിരുന്നു. ഇവിടെ നിന്ന് പോയി ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ പൂർണ്ണമായ സൗഖ്യം ലഭിച്ചു. ഇന്ന് വരെയും പിന്നെ ബ്ലീഡിങ്ങിൻ്റെ ഒരു ബുദ്ധിമുട്ടും അമ്മയ്ക്ക് ഉണ്ടായിട്ടില്ല. 2024 ജൂണിൽ അമ്മയ്ക്ക് വീണ്ടും ഒരു വയറുവേദന വന്നു. 2-3 ദിവസം ഡോക്ടേഴ്സിനൊക്കെ കാണിച്ചു. വേദന, പെയിൻ കില്ലർ, ഇഞ്ചക്ഷനൊക്കെ എടുത്തു. ഒരു കുറവും ഉണ്ടായില്ല. USG സ്കാൻ ചെയ്തപ്പോൾ ഡോക്ടർ ഡൗട്ട് പറഞ്ഞു, ക്യാൻസർ ആവാനാണ് ചാൻസ് ഓവറിയിൽ. നമുക്ക് ഫർദർ ടെസ്റ്റുകൾ നോക്കണം, ഗൈനക് ഡോക്ടറിനെ കാണിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഗൈനക് ഡോക്ടറിനെ കാണിച്ചു. മാഡം ഒരു MRI സ്കാനും ബ്ലഡ് ടെസ്റ്റുകളെല്ലാം എഴുതി. MRI സ്കാനിങ്ങിന് പോകുന്നതിന് മുന്നേ വയറിൽ വിശ്വാസ പ്രമാണത്തോടു കൂടെ തൈലം പൂശി പ്രാർത്ഥിക്കുകയും MRI സ്കാനിങ് സെൻറ്ററിൻ്റെ ഫ്രണ്ടിൽ ഉപ്പിട്ട് പ്രാർത്ഥിച്ച് സ്കാനിങ്ങിന് പോവുകയും ചെയ്തു. അമ്മ സ്കാൻ ചെയ്യുന്ന സമയത്ത് പുറത്ത് ജപമാല ചൊല്ലി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. റിസൾട്ട് വന്നപ്പോൾ അമ്മയ്ക്ക് ഒരു കുഴപ്പവും ഇല്ല. 5 ദിവസത്തെ മരുന്ന് മാത്രമേ വേണ്ടി വന്നുള്ളൂ. കാരണം സിസ്റ്റം ലീഷനൊക്കെ എന്തെങ്കിലും ഇൻഫെക്ഷൻ വന്നിട്ടുണ്ടോ എന്ന് ഡോക്ടറിന് ഡൗട്ടുള്ളത് കാരണം 5 ദിവസത്തെ മരുന്നോടുകൂടെ വേറെ ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്ത രീതിയിൽ മാതാവ് അനുഗ്രഹിച്ചു. പിന്നെ ഇന്ന് വരെയും ഇതിൻ്റെ പേരിൽ അമ്മയ്ക്ക് ഡോക്ടറിനെ കാണേണ്ടി വന്നിട്ടേ ഇല്ല. എൻ്റെ മകൾ എവലിന ഷിബു, അവൾക്ക് 2.5 വയസ്സ് മുതൽ വിട്ടുമാറാത്ത ചുമയും അലർജിയും അങ്ങനെയൊക്കെയുള്ള എല്ലാ ബുദ്ധിമുട്ടുകളുണ്ട്. ഒരു മാസത്തിൽ 1 തവണയ്ക്ക് കുളിക്കാനൊക്കെ പറ്റത്തുള്ളൂ. അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവൾക്ക് ഒരു വകയും കഴിക്കാൻ പറ്റത്തില്ല. തണുപ്പുള്ളത് കഴിക്കാൻ പറ്റത്തില്ല, പുളിപ്പുള്ളത് കഴിക്കാൻ പറ്റത്തില്ല, ചോക്ലേറ്റ്സ്, അങ്ങനെ ഒരു വിധത്തിലുള്ള ഒരു ആഹാരങ്ങളും കഴിക്കാൻ പറ്റത്തില്ല. എല്ലാ ദിവസവും ഡോക്ടേഴ്സിനെ കൊണ്ട് കാണിക്കും. എല്ലാ മാസവും ആൻറ്റിബയോട്ടിക് കൊടുക്കും. 10 ദിവസം അലർജിയുടെ മരുന്ന് കൊടുത്ത് ഒരാഴ്ച വലിയ കുഴപ്പമില്ലാതെ പോകും. വീണ്ടും ഡോക്ടറിന് അസുഖം വന്ന് ഡോക്ടറെ കാണിക്കും. 20 ദിവസത്തോളം എഴുതും. വീണ്ടും ഇങ്ങനെ തന്നെ. അങ്ങനെ വന്ന് ഞാൻ ഉടമ്പടി എടുത്ത് അന്ന് മുതൽ ഒരാഴ്ചയിൽ കൂടുതൽ ഇവർക്ക് ഉടമ്പടി തൈലവും ഉപ്പും എല്ലാം വിശ്വാസ പ്രമാണത്തോടു കൂടെ ചൊല്ലിക്കൊടുത്തതിന് ശേഷം ഡോക്ടർ അതിനിടയിൽ പറഞ്ഞായിരുന്നു ലൈഫ് ലോങ് ഇൻഹേലറും കൂടെ എടുക്കേണ്ടി വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് വിശ്വാസ പ്രമാണത്തോടു കൂടി ഉപ്പും തൈലവും ഒക്കെ കൊടുത്തതിന് ശേഷം അവർക്ക് ഇന്ന് വരെ ഈ വീസിങ്ങോ അലർജിയുടെ ബുദ്ധിമുട്ടോ ഒന്നും തന്നെ ഇതുവരെ വന്നിട്ടില്ല. ഇതിൻ്റെ പേരിൽ ഇന്ന് വരെ ഡോക്ടറിനെ കാണിക്കേണ്ടി വന്നിട്ടില്ല. വലിയ
എല്ലാ ദിവസവും ഇപ്പോൾ കുളിക്കാൻ പറ്റും, ആഹാരങ്ങൾ എന്ത് വേണമെങ്കിലും അവൾക്ക് കഴിക്കാം, എല്ലാ ക്ലൈമറ്റോടു കൂടി അവൾ ഉൾപ്പെട്ട് എല്ലാ കാര്യങ്ങൾക്കും അവൾക്ക് ചെയ്യാനും പറ്റുന്നുണ്ട്, സ്കൂളിൽ പോകാൻ പറ്റുന്നുണ്ട്, പഠിക്കാനും കഴിയുന്നുണ്ട്. ഇതേ കണക്ക് കഴിഞ്ഞ ഫെബ്രുവരിയിൽ രാവിലെ അവൾ എണീക്കുമ്പോൾ ഭയങ്കരമായിട്ട് പനിയോടുകൂടെ എണീറ്റ്. ഞാൻ നല്ല ടെമ്പറേച്ചർ ഉള്ളത് കാരണം പീഡിയാട്രീഷ്യനെ കാണിച്ചപ്പോൾ പീഡിയാട്രീഷ്യൻ പറഞ്ഞു വൈകുന്നേരം വരെ ടെമ്പറേച്ചർ നിൽക്കുവാണെങ്കിൽ നമുക്ക് അഡ്മിറ്റ് ചെയ്യേണ്ടി വരും, ബ്ലഡ് ടെസ്റ്റ് എടുക്കേണ്ടി വരും. അങ്ങനെ നല്ല വിഷമത്തോടു കൂടെ വീട്ടിൽ വന്നു. അന്ന് തന്നെ അപ്പോഴേക്കും എൻ്റെ ഹസ്ബൻഡും ഉടമ്പടിയിലാണ്. അപ്പോൾ ചേട്ടൻ സന്ധ്യാപ്രാർത്ഥന വലിയ കുഴപ്പമില്ലാതെ വൈകുന്നേരം വരെ പോയി. സന്ധ്യാപ്രാർത്ഥന കഴിഞ്ഞപ്പോൾ വീണ്ടും പനി നന്നായിട്ട് കൂടി. ഹസ്ബൻഡ് അപ്പം തന്നെ ഉടമ്പടി തൈലം എടുത്ത് വിശ്വാസ പ്രമാണത്തോടു കൂടെ ചൊല്ലിയിട്ട് പറഞ്ഞു, മാതാവ് അമ്മ ഞങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ മകൾക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്ത രീതിയിൽ, കാരണം ഇവിടെ കുഞ്ഞിലേക്ക് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് കുത്തിയിട്ടൊക്കെ ഉള്ളതിൻ്റെയൊക്കെ വിഷമങ്ങളൊക്കെ ഉള്ളത് കാരണം ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്ത രീതിയിൽ മാതാവ് ഈ അസുഖം പൂർണ്ണമായും ഭേദപ്പെടുത്തി തരണമേ എന്ന് പ്രാർത്ഥിച്ചു. അതേ ഫലമായി അമ്മ കൂടെ തന്നെ ഉണ്ടായിരുന്നു. രാവിലെ ആകുന്തോറും അവൾക്ക് ഒരു പനി ഉണ്ടായിരുന്നില്ല. പിന്നെ ഡോക്ടേഴ്സിനെ കാണിക്കേണ്ടി വന്നിട്ടില്ല. ഇന്ന് വരെയും ഈ നിമിഷം വരെയും അവൾക്ക് പനിഞ്ഞ് ഒരു ഡോക്ടേഴ്സിനെയും അവളെ കാണിച്ചിട്ടില്ല. ഏതാണ്ട് ഒരു 6 മാസത്തോളമായി അവൾക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്ത രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് ഇതെൻ്റെ മകളുടെ കൂടെ പഠിക്കുന്ന കുട്ടിയാണ് ദൃശ്യ. അവൾക്ക് 2024 ജൂണിൽ ഗുലിയൻ ബാരി സിൻഡ്രോം ആയിട്ട് വന്നു. 8-9 ദിവസത്തിൽ കൂടുതൽ ICUയിൽ കിടന്നു. അവൾക്ക് റിക്കവർ ആവാൻ നല്ല പാടായിരിക്കും, നടക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും, കാരണം 1,00,000-ൽ ഒരാൾക്ക് വരുന്നൊരു അസുഖമാണ്. കൂടുതൽ അവളുടെ അമ്മ പറയും. ആദ്യം തന്നെ മാതാവിൻ്റെ തിരുസന്നിധിയിൽ നിൽക്കാൻ എനിക്ക് അനുവാദം കിട്ടിയതിന് ഞാൻ നന്ദി പറയുന്നു. 2024 ജൂൺ മാസത്തിൽ 14-ാം തീയതി എൻ്റെ മോൾക്ക് പനിയായിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയാണ്. പനി 102 ഡിഗ്രി കൂടുതൽ പനി ആയതുകൊണ്ട് അഡ്മിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അഡ്മിറ്റ് ചെയ്തു. 4 ദിവസമായിട്ടും കുഞ്ഞിന് പനി മാറുന്നില്ല, അവൾ എഴുന്നേറ്റ് നടക്കുന്നില്ല, യാതൊരുവിധ വ്യത്യാസവും കാണുന്നില്ല. അപ്പോൾ ഡോക്ടർ പറയുകയാണ് അത് വൈറൽ പനിയാണ്, അതിൻ്റെ പ്രശ്നങ്ങളാണ് എന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ ഡോക്ടർ വരുമ്പോൾ പറയാണ് കുഞ്ഞ് നടക്കുന്നില്ല. അങ്ങനെ ഡോക്ടർ പറഞ്ഞു എങ്കിൽ ന്യൂറോയെ കാണിക്കാം. ന്യൂറോയുടെ ഡോക്ടർ വന്ന് നോക്കിയിട്ട് പറയുകയാണ് ഇത് GBS പോലത്തെ അസുഖമാണ് എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് അതിൻ്റെ ടെസ്റ്റുകളെല്ലാം എടുത്തു. 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഡോക്ടർ വന്ന് പറയുകയാണ് മോളെ ഉടനെ ICUയിലോട്ട് മാറ്റണമെന്ന്. ഞാൻ ICUയിൽ കൊണ്ടുപോയി. അന്ന് രാത്രി ആണ് ഹെബിലിൻ്റെ അമ്മയെ വിളിക്കുന്നത്. ചേച്ചിയെ വിളിച്ചിട്ട് ഞാൻ കരയുകയാണ്, ഇങ്ങനെയാണ് ചേച്ചി എന്ന് പറഞ്ഞപ്പോൾ ചേച്ചി പറഞ്ഞു ഞാൻ വാട്സപ്പിൽ നിനക്കൊരു പ്രാർത്ഥന അയച്ചു തരാം, നീ അതൊന്ന് കേൾക്കണം, നീ അതുപോലെ ഒന്ന് പറഞ്ഞ് മോളുടെ അടുത്തിരുന്ന് നീ അതൊന്ന് പറയണമെന്ന് പറഞ്ഞു. 2 ദിവസം ഞാൻ മോളുടെ അടുത്തിരുന്ന് പറഞ്ഞു. ഞാൻ യൂട്യൂബിൽ നോക്കി മാതാവിൻ്റെ ഇവിടുത്തെ സാക്ഷ്യങ്ങളെല്ലാം കേട്ടു. ഞാൻ പ്രാർത്ഥന നിരന്തരം ഇങ്ങനെ എൻ്റെ മോളടുത്ത് നിന്ന് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞിട്ട് എൻ്റെ ഓഫീസിൽ ചേച്ചി വന്നിട്ട് എൻ്റെ മോളെ കാണാൻ വന്നപ്പോൾ എനിക്കൊരു കൊന്ത കൊണ്ട് തന്നിട്ട് എൻ്റെ മോളുടെ അടുത്ത് വെച്ചിട്ട് ഞാൻ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞിട്ട് പോയി. അന്ന് വൈകുന്നേരം എൻ്റെ ഡോക്ടർ വന്ന് പറയുകയാണ് മോളെ നമുക്ക് റൂമിലോട്ട് മാറ്റാം. അപ്പോഴും അവൾ എഴുന്നേറ്റ് നടക്കുന്ന ഒന്നുമില്ല. അന്നും രാത്രി ഞാൻ റൂമിൽ വന്നിട്ട് ഞാൻ എൻ്റെ മോളെടുത്ത് ചേച്ചി തന്ന പ്രാർത്ഥന ഞാനിരുന്ന് പറയുകയാണ്. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ഡോക്ടർ പറയുകയാണ് ഒന്നുകിൽ 4 മാസം അല്ലെങ്കിൽ 4 വർഷമാവും കുഞ്ഞ് എഴുന്നേറ്റ് നടക്കാൻ. ഹൈ ഡോസിലുള്ള 4 ഡോസ് മരുന്ന് എൻ്റെ മോളുടെ ശരീരത്തിൽ കുത്തിവെച്ചിട്ടും അവൾക്ക് യാതൊരുവിധ മാറ്റവും ഉണ്ടായില്ല. പക്ഷേ 4ാമത്തെ ഡോസ് എടുത്ത് പിറ്റേ ദിവസം രാവിലെ എൻ്റെ മോൾ ഉറക്കത്തിൽ നിന്ന് ചാടി എഴുന്നേറ്റ് അവൾ നടക്കുകയും ഓടുകയൊക്കെ ചെയ്തു. അത് ഞാൻ ഈ മാതാവിനെ വിളിച്ച് പ്രാർത്ഥിച്ചത് കൊണ്ട് മാത്രമാണ് എന്ന് ഞാൻ ഇപ്പോഴും ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. അത് കഴിഞ്ഞിട്ട് എനിക്ക് മാതാവിൻ്റെ അടുത്ത് വരണമെന്ന് അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാനൊരു ഹിന്ദുവാണ്, അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. എന്നിട്ടും ഞാൻ വന്നു. ആദ്യത്തെ തവണ വന്ന് മാതാവിനെ കണ്ടിട്ട് പോയി. 2ാമത്തെ തവണ ഞാൻ ചേച്ചിയുടെ കൂടെ വന്നു, ഉടമ്പടി എടുത്തു. ഇന്ന് ഞാൻ ഇവിടെ നിൽക്കുന്നത് 2ാമത്തെ ഉടമ്പടി പുതുക്കിയിട്ടാണ് നിൽക്കുന്നത്. എൻ്റെ കൂടെ മാതാവുണ്ടെന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. നന്ദി. 3 വർഷത്തിലേറെയായി എൻ്റെ വീട് ഒരു ഭവനം പണിയുകയായിരുന്നു. അത് നന്നായി തന്നെ മാതാവ്, ഞാൻ സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം ഇടയ്ക്ക് പണി സ്ട്രക്ചർ കഴിഞ്ഞപ്പോൾ നിർത്തേണ്ടി വരുമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ എങ്ങനെയൊക്കെയെന്ന് അറിയില്ല, മാതാവ് എല്ലാ വിധത്തിലും സഹായിച്ചു. നല്ലൊരു ഭവനം, ഒരു 3 നില കെട്ടിടം പണിത് നന്നായിട്ട് പാല് കാച്ചി അതിൽ തന്നെയാണ് ഞങ്ങളിപ്പോൾ താമസിക്കുന്നത്. ആ ഭവനത്തിന് കൃപാസനം എന്ന് പേരിട്ടിട്ടുണ്ട്. അതിന് ഭവനം തന്ന് അനുഗ്രഹിച്ച അമ്മയ്ക്കും തിരുക്കുമാരനും ഒരുപാട് നന്ദി. അതേ കണക്ക് ഒരു 5-6 മാസത്തിന് മുന്നേ എൻ്റെ കാലിൻ്റെ മുട്ട് എപ്പോഴും തെന്നി മാറിക്കൊണ്ടേയിരിക്കും. ഡോക്ടറെ കാണിച്ച് ഭയങ്കര പെയിനാണ്. ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു
ഇത് 8 മാസത്തോളം ട്രീറ്റ്മെൻറ്റ് വേണ്ടി വരും. ഇത് കറക്റ്റായിട്ട് വരാനായിട്ട് നല്ല ബുദ്ധിമുട്ടായിട്ട് വരും. നല്ല പെയിനും ഉണ്ട്. ഡോക്ടർ അങ്ങനെ മരുന്ന് തന്നു വിട്ടു. ഞാൻ വീട്ടിൽ വന്ന് 1 മാസം മരുന്ന് കഴിച്ചു. ഒപ്പം തന്നെ അതിൽ കൂടെ തൈലം എന്തെല്ലാം ദിവസവും പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി തൈലം പൂശി 1 മാസം കഴിഞ്ഞ് റിവ്യൂവിന് പോയപ്പോൾ ഡോക്ടറിന് തന്നെ അതിശയമാണ്. കംപ്ലീറ്റ് അത് മാറിയിട്ടുണ്ട്. 8 മാസത്തെ മരുന്ന് വേണ്ടി വരത്തില്ല എന്ന് പറഞ്ഞു. ഇപ്പം നടക്കാനൊന്നും ബുദ്ധിമുട്ടില്ല, വേദനയുമില്ല. പിന്നെ കാരുണ്യ പ്രവൃത്തിയായിട്ട് ഞങ്ങൾ അനാഥാലയത്തിലും ഓട്ടിസം ബാധിച്ച കുട്ടികളുള്ള അനാഥാലയങ്ങളിലൊക്കെ പോയി അവർക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഞങ്ങൾ ആവുന്ന വിധത്തിൽ വാങ്ങിക്കൊടുക്കും. റോഡിലെത്തിയിരിക്കുന്നവർക്കൊക്കെ ഫുഡ് ഞങ്ങൾ വീട്ടിൽ നിന്ന് എന്നെ പ്രിപ്പയർ ചെയ്ത് വിശ്വാസ പ്രമാണം ചൊല്ലി അതിൽ നിന്ന് ഒരു ഉപ്പോ അല്ലെങ്കിൽ തൈലമോ അതിനകത്ത് പ്രാർത്ഥിച്ച് ഉപയോഗിച്ച്, കാരണം ഇത് ആർക്ക് കിട്ടിയാലും അവർക്ക് രോഗസൗഖ്യവും അവരാഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടക്കണമെന്നുള്ള പ്രാർത്ഥനയോടുകൂടി എല്ലാ റോഡിൻ്റെ അരികത്തുള്ളവർക്കും വിശക്കുന്നവർക്കും മരുന്ന് വേണമെന്ന് ഞങ്ങളടുത്ത് വന്ന് പറയുന്നവർക്കും ഞങ്ങളാൽ കഴിയുന്ന വിധം സഹായിക്കുന്നുണ്ട്. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞങ്ങൾ കൃപാസന പത്രം വാങ്ങിച്ച് കഴിഞ്ഞ ദുഃഖവെള്ളി സമയത്ത് കുരിശുമലയിൽ 9ാം സ്ഥലം വരെ ഞങ്ങൾ 28 കെട്ട് പത്രവും കൊണ്ട് നടന്ന് കയറി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതേ കണക്ക് ഒരുപാടെടുത്ത് RCC ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിലും ഒക്കെ ആയിട്ട് തിരുവനന്തപുരത്തായത് കാരണം ആ ഹോസ്പിറ്റൽ സൈഡുകളിലൊക്കെ എല്ലാവരെയും കണ്ട് ഒരുപാട് നേരം പ്രാർത്ഥിച്ച് ആ പത്രങ്ങൾ കൊടുത്തു. പിന്നെ എല്ലാ ദിവസവും ഡെയിലി ബ്രീഡ് കൂടും, ധ്യാനം കൂടും, സാക്ഷ്യങ്ങൾ കേൾക്കും, അതെല്ലാം ഷെയർ ചെയ്യാറുണ്ട്. ആത്മീയമായി നല്ലൊരു വളർച്ചയാണ് ഞങ്ങളുടെ കുടുംബത്തിലുണ്ടായത്. ഞായറാഴ്ച മാത്രം പള്ളിയിൽ പോയിക്കൊണ്ടിരുന്ന ഞങ്ങൾ എല്ലാ ദിവസവും ഇപ്പോൾ രാവിലെ 5 മണിക്ക് എണീറ്റ് ജപമാല ചൊല്ലി ഡെയിലി ബ്രീഡും കഴിഞ്ഞ് കുർബാനയ്ക്ക് പോയിട്ട് വന്നിട്ടാണ് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം. മോളെ സ്കൂളിൽ വിടുന്നത് വരെ അത് കഴിഞ്ഞിട്ടാണ്. അത് ഒരു മുടക്കവും വരുത്തുന്നില്ല. സന്ധ്യാപ്രാർത്ഥനയ്ക്കും എവിടെയൊക്കെ പോയെന്ന് പറഞ്ഞിരുന്നാലും സന്ധ്യാപ്രാർത്ഥന എല്ലാം ചൊല്ലി തീർന്നതിന് ശേഷം മാത്രമേ എത്ര രാത്രിയായാലും ഞങ്ങൾ ഉറങ്ങത്തുള്ളൂ. ഇത്രയും അനുഗ്രഹം ലഭിച്ച അനുഗ്രഹം തന്ന പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. യേശുവേ സ്തുതി, സ്തോത്രം, ഹല്ലേലൂയ. ആദ്യമായി തന്നെ കൃപാസന മാതാവിനും ഈശോയ്ക്ക് 1000 നന്ദി. ഈ പുണ്യഭൂമിയിൽ ഒരു സാക്ഷ്യം പറയാൻ എന്നെ അനുവദിച്ചതിന്. എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു ഇവിടെ കയറി ഒരു സാക്ഷ്യം പറയാമെന്നുള്ളത്. എൻ്റെ പേര് ലിയ. ഞാൻ കോഴിക്കോട് വിലങ്ങാട് നിന്നാണ് വരുന്നത്. ഞാനിവിടെ ഉടമ്പടി എടുത്തത് 2024 സെപ്റ്റംബർ 21. നാളെ 1 വർഷമാവും ഞാൻ ഉടമ്പടി എടുത്തിട്ട്. കഴിഞ്ഞൊരു വർഷത്തിനിടയിൽ ഈശോയുമായുള്ള റിലേഷനിൽ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ അനുഗ്രഹങ്ങൾക്ക് സാക്ഷ്യം പറയാനാണ് ഞാനിവിടെ നിൽക്കുന്നത്. ഞാൻ ഉടമ്പടി എടുക്കാനുണ്ടായ കാരണം എന്ന് പറഞ്ഞാൽ, ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് തന്നെ എനിക്ക് മാതാവിൽ നിന്ന് ഒരുപാട് അനുഗ്രഹം കിട്ടാൻ. ഞാൻ മാതാവിൻ്റെ പള്ളിയിൽ നിന്നാണ് വരുന്നത്. അതുകൊണ്ട് ചെറുപ്പം തൊട്ടേ എനിക്ക് മാതാവിനെ ഭയങ്കര വിശ്വാസമായിരുന്നു. അപ്പം മാതാവ് പ്രത്യക്ഷപ്പെട്ട് ഒരു സ്ഥലത്ത് വരണം എന്ന് എൻ്റെ ആഗ്രഹമായിരുന്നു എന്നെ ഇവിടെ എത്തിച്ചത്. ഞങ്ങൾ കുടുംബമായിട്ടായിരുന്നു ഇവിടെ വന്നത്. ഇവിടെ വരുന്നതിന് മുമ്പെന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മയ്ക്ക് ഒരു പനി പിടിച്ച് ഹോസ്പിറ്റലിൽ കിടന്നു. അപ്പോൾ ഭയങ്കര വിറയലോട് പനിയായിരുന്നു. അന്ന് ഞങ്ങൾക്ക് കൃപാസനത്തിൽ നിന്ന് ഒരു പത്രം കൊണ്ടൊരു ചേച്ചി തന്നു. ആ പത്രം ഞങ്ങളൊരു നിയോഗം വെച്ച് പ്രാർത്ഥിച്ചതിന് ഫലമായി അമ്മയ്ക്ക് പെട്ടെന്ന് തന്നെ വിറയൽ മാറുകയും പിറ്റേ ദിവസം തന്നെ ഡിസ്ചാർജ് ആവുകയും ചെയ്തു. പിന്നെ ഞാനൊരു നേഴ്സാണ്. അപ്പോൾ ഞാൻ ഹോസ്പിറ്റൽ ഡ്യൂട്ടി ചെയ്യുന്ന സമയത്ത് എനിക്കൊരു ചേച്ചി കൃപാസനത്തിലെ കൊന്തയും പ്രാർത്ഥനയും ഇങ്ങോട്ട് കൊണ്ടുവന്ന് തന്നു. അങ്ങനെ എൻ്റെ അനിയത്തി ലൈറ്റൽ ക്യാൻഡ് പ്രെയർ ഇട്ട് അവൾക്ക് BEdന് അഡ്മിഷൻ കിട്ടി. അങ്ങനെ കുറച്ച് കാരണങ്ങളാണ് എന്നെ കൃപാസനത്തിൽ എത്തി. ഇവിടെ വന്ന് നന്ദി പറയാനായിരുന്നു ഇവിടെ വന്ന് എന്ന് എനിക്ക് ഉടമ്പടി എടുക്കണമെന്ന് ഭയങ്കരമായ ആഗ്രഹം തോന്നി. ഞാൻ ഉടമ്പടി ക്ലാസ്സിൽ ചെന്നെല്ലാം ഞാൻ കേട്ടു. ഞാൻ ഉടമ്പടി എടുത്ത് അന്ന് പോയി പിറ്റേ ദിവസം തൊട്ട് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞാൻ എഴുതിയിട്ട നിയോഗങ്ങളെക്കാളും എനിക്ക് ആ ഉടമ്പടിയിലെ നിയമങ്ങൾ ഒന്നുപോലും തെറ്റാതെ ചെയ്യണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം. അതുകൊണ്ട് ഞാനതൊരു പേപ്പറിൽ എഴുതി ഓരോ ദിവസവും ടിക്കറ്റ് പോയി ചെയ്യുന്നത്. പിറ്റേ ദിവസം തൊട്ട് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പം തൊട്ടേ ഞാൻ പ്രാർത്ഥിക്കാൻ രാവിലെ മുട്ടുകുത്തി നിൽക്കുമ്പോഴേ എൻ്റെ പുറകിൽ നിന്ന് ഞാനിവിടുന്ന് പുറകെ എൻ്റെ കൂടെ ആരോ വന്നതുപോലെ എനിക്ക് തോന്നുന്നത്. ചില ദിവസങ്ങളിൽ ഞാൻ രാവിലെ മുട്ടുകുത്തുമ്പോൾ ഞെട്ടി ഞാൻ തിരിഞ്ഞു നോക്കും. അത്ര ഒരു ഭയങ്കര ശക്തി എനിക്ക് മാതാവിനെ ഫീൽ ചെയ്തു. അന്ന് ഞാൻ ഉടമ്പടിയിൽ 6 നിയോഗം ഇവിടെ വെച്ചിട്ടായിരുന്നു പോയത്. പക്ഷെ ഞാൻ അന്നൊരു നിയോഗം വെച്ചില്ലായിരുന്നു. അതെന്താണെന്ന് വെച്ചാൽ എനിക്ക് ആർട്ടിക്കേറിയയുടെ അലർജിയുടെ ഒരു രോഗം ഉണ്ടായിരുന്നു. ഞാൻ ഡ്യൂട്ടിക്ക് പോകാൻ തുടങ്ങിയ പിന്നെയാണ് എനിക്ക് 1 മാസം പനി വരും, മേലെല്ലാം ചൊറിഞ്ഞ് തടിക്കും. അങ്ങനെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എല്ലാ മാസവും ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു. പക്ഷെ ഞാൻ ഇവിടെ വന്നപ്പോൾ എനിക്കത് നിയോഗത്തിൽ വെക്കാൻ ഞാൻ ഓർത്തില്ല, ഞാൻ മറന്നുപോയി. പക്ഷെ ഞാൻ ഇവിടുന്ന് ഉടമ്പടി എടുത്ത് ചെന്ന ആ ദിവസം ഒരു 5-6 ദിവസം തൊട്ട് തന്നെ എനിക്ക് പനി വന്നു. പക്ഷേ എനിക്ക് അലർജിയോ അങ്ങനത്തെ ഒരു കാര്യം ഒരു വർഷത്തിനിടയ്ക്ക് എനിക്ക് ഇടയ്ക്ക് പനി വന്നെങ്കിലും ഒരിക്കലും ആർട്ടിക്കേറിയയുടെ ഒരു പ്രശ്നങ്ങളും എനിക്ക് വന്നില്ല. എനിക്കൊരു പനി വരുന്നപാട് ഞാൻ ഉടമ്പടി ഉപ്പിട്ട് പ്രാർത്ഥിക്കുക. അതിന് ഭയങ്കര ശക്തിയാണ്. എനിക്കത് അന്ന് തൊട്ടേ കിട്ടിയതാണ്. ഞാൻ വിശ്വാസ പ്രമാണം ചെല്ലും, ഉടമ്പടി ഉപ്പ് ഒരു ഗ്ലാസ്സിലിട്ട് ഞാൻ ആ വെള്ളം കുടിക്കുമായിരുന്നു. അന്ന് തൊട്ട് ഇന്ന് വരെ എനിക്ക് ഒരു പനി വന്നെങ്കിൽ പോലും ഒരു മരുന്ന് കഴിക്കേണ്ടതായോ ഒരു അലർജിയുടെ പ്രശ്നം വന്നിട്ടില്ല. അതിൻ്റെ ഒന്നാമത്തെ സാക്ഷ്യമാണ്. അത് ഞാൻ ഉടമ്പടി വെച്ചതല്ല.
രണ്ടാമതായി എനിക്ക് സാക്ഷ്യം പറയാനുള്ളത്, അന്ന് ഞാൻ ഒന്നാമതായി ഒരു നിയോഗം വെച്ചായിരുന്നു. ഞാൻ നേഴ്സാണ്, എനിക്ക് സൗദിയിൽ പോയി ജോലി ചെയ്യണം എന്നാണ് ആഗ്രഹം. അപ്പം ഞാൻ അന്ന് ഇവിടെ നിയോഗം വെച്ചു, എനിക്ക് സൗദി MOHൽ കിട്ടിപ്പോകണേ എന്നൊരു നിയോഗം വെച്ചിട്ടാണ് ഞാൻ പോയത്. അന്ന് ഞാനൊരു ഡേറ്റ് ഇട്ടായിരുന്നു, അമ്മയെ സെപ്റ്റംബർ 20-ാം തീയതി എനിക്കത് കംപ്ലീറ്റായി ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്താൻ എന്നെ അനുഗ്രഹിക്കണേന്ന്. അങ്ങനെ ഞാൻ ഉടമ്പടിയിൽ അത് നിയോഗം വിട്ട് പോയി. ആദ്യത്തെ എൻ്റെ ഉടമ്പടി തീരുന്നതിന് മുമ്പ് തന്നെ എൻ്റെ പേപ്പർ വർക്കുകളെല്ലാം സ്പീഡിൽ എവിടെ ഒരു തടസ്സം കൂടാതെ എൻ്റെ പേപ്പർ വർക്കുകൾ നടന്നു. അങ്ങനെ ആദ്യമായി ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി. അന്ന് എനിക്ക് മാതാവിനെ എടുക്കാൻ ഒരു അനുഗ്രഹം കിട്ടി. ആ പുതുക്കൽ കഴിഞ്ഞ് പോയ സമയത്ത് എനിക്ക് മെയ്യിൽ MOHൻ്റെ ഇൻ്റർവ്യൂ വിളിച്ചു. എനിക്കതിൽ ഉടമ്പടിയുടെ കാശുരൂപം എല്ലാം ആയിട്ടാണ് ഞാൻ പോയത്. അന്ന് എനിക്ക് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറ്റി. ഏപ്രിലിൽ ഞാൻ MOHൻ്റെ എക്സാം എഴുതി. എക്സാമിൽ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചായിരുന്നു എനിക്ക് 7-ാം നമ്പർ ഒരു സിസ്റ്റം കിട്ടണമെന്ന്. അന്ന് എനിക്ക് 7-ാം നമ്പർ സിസ്റ്റം കിട്ടി. എക്സാം എഴുതി. ഞാൻ ബാംഗ്ലൂർ പോയി എഴുതിയേ. അങ്ങനെ ആ എക്സാമിന് പാസ്സായി. അതിനുശേഷം എനിക്ക് തടസ്സം വരാൻ തുടങ്ങിയത് ജൂണിലായിരുന്നു. ജൂൺ 16-ാം തീയതി ഞാൻ എറണാകുളത്ത് വെച്ച് മെഡിക്കൽ എടുക്കാൻ വേണ്ടി പോയി. മെഡിക്കലിൽ എല്ലാം എടുത്തു കഴിഞ്ഞ് ഞാൻ ട്രെയിനിൽ വന്ന് കയറിയപ്പോൾ എന്നെ മെഡിക്കൽ സെൻറ്ററിൽ നിന്ന് വിളിച്ചു, ഒന്ന് തിരിച്ച് വരണം, എക്സ്റേ ഒന്നും കൂടെ റിപ്പീറ്റ് എടുക്കണമെന്ന്. ഞാൻ പോയി എക്സ്റേ എടുത്തു. ഡോക്ടർ വിളിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പോയപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു, എൻ്റെ ലെങ്ങിൽ കാൽസിഫിക്കേഷനാണ്, എനിക്ക് അങ്ങനെയുള്ള ഒരാൾക്ക് ഒരിക്കലും ഗൾഫ് കൺട്രിയിൽ ജോലി ചെയ്യാൻ പറ്റില്ല എന്ന്. എനിക്കത് ഭയങ്കര ഷോക്കായിപ്പോയി. കാരണം ഈ ഒരു വർഷത്തിനിടയ്ക്ക് എനിക്ക് അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ തളർന്നു പോയി. പക്ഷേ എൻ്റെ ഉള്ളിൽ നിന്ന് ആരോ പറഞ്ഞു, ദൈവം നിന്നോട് പറഞ്ഞിട്ടില്ലല്ലോ, ഡോക്ടറല്ലേ പറഞ്ഞത്, പിന്നെ എന്താന്ന് പറഞ്ഞു. ഞാൻ ഒരുപാട് കരഞ്ഞു, എൻ്റെ വീട്ടിൽ വിളിച്ചും കരഞ്ഞു. അപ്പം എൻ്റെ അമ്മയും പപ്പയും എല്ലാവരും എന്നോട് പറഞ്ഞു, മാതാവ് ഒരിക്കലും നിന്നെ കൈവിടില്ല, അവിടെ ഒരു നിയോഗം നമ്മൾ ഇട്ടിട്ടുണ്ടെങ്കിൽ അത് മാതാവ് നോക്കിക്കോളും. പക്ഷേ തടസ്സം തുടങ്ങിയപ്പോൾ തൊട്ടാണ് മാതാവ് എൻ്റെ നിയോഗത്തെ എടുക്കാൻ തുടങ്ങിയെന്ന് എനിക്ക് വിശ്വാസമായി. ഞാൻ റിപ്പീറ്റ് ഒരു മെഡിക്കലും കൂടെ കോഴിക്കോട് വെച്ച് എടുക്കാൻ വേണ്ടി ഡേറ്റ് എടുത്തു. കോഴിക്കോട് വെച്ച് എടുത്തപ്പോഴും ഇതേ സെയിം റീസൺ എന്നോട് പറഞ്ഞു, ലെങ്ങിൽ നൊഡ്യൂൾസ് ആണ്, എനിക്ക് കിട്ടത്തില്ല എന്ന്. എൻ്റെ ഫ്രണ്ട്സിനെല്ലാം വന്ന് മെഡിക്കൽ കിട്ടി, എനിക്ക് മാത്രം കിട്ടിയില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി. ഞാൻ ഓർത്തു, ഞാൻ ഒരു സമയത്ത് ഇങ്ങനെ ഞാൻ ചിന്തിച്ചു, ഞാൻ പ്രാർത്ഥിച്ചിട്ട് അങ്ങനെ വന്നല്ലോ എന്ന്. അപ്പോൾ അച്ഛൻ്റെ ഒരു ഉടമ്പടി ക്ലാസ്സിൽ ഞാൻ കേട്ടു, എല്ലാവരും പ്രാർത്ഥിച്ചാലും എല്ലാ പ്രാർത്ഥനയും കേൾക്കും, പക്ഷേ നമ്മൾ ഉടമ്പടിയിൽ ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ച് കിട്ടി അത് ദൈവം നമുക്ക് എന്നേക്കും തരുന്നൊരു സന്തോഷമായിരിക്കും, നമ്മുടെ കയ്യിൽ നിന്ന് ആരും എടുക്കത്തില്ല എന്ന്. അതിൽ ഞാൻ പൂർണ്ണമായി വിശ്വസിച്ചു. ഇവിടെ വന്നു, ഞാൻ ഉടമ്പടി പുതുക്കി. അന്നും എനിക്ക് മാതാവിനെ എടുക്കാൻ കിട്ടി. 2 പ്രാവശ്യം എനിക്ക് മാതാവിനെ കിട്ടി. അന്ന് ഇവിടെ വന്ന് എനിക്ക് അച്ഛനെ കണ്ട് ഒരു അനുഗ്രഹം മേടിക്കാൻ സാധിച്ചു. അച്ഛൻ എനിക്ക് സൈത്ത് പൂശി പ്രാർത്ഥിച്ചു, ഒരു കാശുരൂപം തന്നു. ഞാൻ അതിനുശേഷം പോയപ്പോൾ അവരെന്നോട് പറഞ്ഞു, എക്സ്റേ ഇനി എടുക്കണ്ട, CT എടുത്താൽ മതി, CTയിൽ കുഴപ്പമില്ലെങ്കിൽ ഫിറ്റ്നസ് തരാമെന്ന്. അത് കേട്ട് ഞാൻ CT എടുത്തു. CT കുഴപ്പമില്ലാതെ അവരെനിക്ക് ഫിറ്റ്നസ് തന്നു. ഫിറ്റ്നസിൻ്റെ എല്ലാം ഞാൻ ഏജൻറ്റിന് അയച്ചു കൊടുത്തു. ഞാനത് വീണ്ടും ഉടമ്പടിയിൽ ഞാൻ പോയി. അപ്പം ഈ ജൂലൈ 31-ാം തീയതി എനിക്ക് ഏജൻറ്റിൻ്റെ കയ്യിൽ നിന്നൊരു മെസ്സേജ് വന്നു, ഞാൻ എടുത്ത ഹോസ്പിറ്റലിൻ്റെ എന്തോ ലൈസൻസിൻ്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ട് എനിക്കത് റിജക്ഷനാണ്, പാസ്പോർട്ട് തിരിച്ചയക്കുക, റിപ്പീറ്റ് മെഡിക്കൽ എടുക്കണമെന്ന്. അതെന്നെ ഭയങ്കരമായിട്ടും തളർത്തി. വീണ്ടും എന്നെ ഇങ്ങനെ പരീക്ഷിക്കുവാണോ എന്ന് ഞാൻ ഓർത്തു. പക്ഷേ ഏത് പരീക്ഷ ഉണ്ടെങ്കിലും അന്ന് ഓഗസ്റ്റ് 1-ാം തീയതിയിലെ രാവിലത്തെ ഡെയിലി ബ്രെഡിൽ അച്ഛൻ പറഞ്ഞു, നമ്മൾ എത്ര പ്രാർത്ഥിച്ചിട്ട് ഒരു കാര്യം കിട്ടുന്നില്ലെങ്കിൽ അത് പിതാവായ ദൈവം നിത്യതയിൽ വിരിയുന്ന പൂവായിട്ട് തരാനാണ്, ആ പൂവിനായി നിങ്ങൾ കാത്തിരിക്കണമെന്ന്. ഞാൻ കാത്തിരുന്നു ആ പൂവ് വിരിയാൻ വേണ്ടി. അങ്ങനെ ഞാൻ പറഞ്ഞു, ഞാൻ റിപ്പീറ്റ് മെഡിക്കൽ എടുത്തോളാം, എനിക്ക് 1 മാസം കഴിഞ്ഞേ എടുക്കാൻ പറ്റുമുണ്ടായിരുന്നുള്ളൂ. എല്ലാവർക്കും വന്ന് വിസ വന്നു, എൻ്റെ ഫ്രണ്ട്സിനും എല്ലാവർക്കും വന്ന്. എനിക്ക് വിഷമമൊന്നും തോന്നിയില്ല, കാരണം എന്നെ മാതാവ് കൊണ്ടുപോകുന്ന ഞാൻ പൂർണ്ണമായി വിശ്വസിച്ചു. കരഞ്ഞു ഞാൻ. അപ്പോൾ ഈശോയോട് ഞാൻ പറഞ്ഞു, ഈശോയെ, ഞാൻ നീയുമായുള്ള ഒരു റിലേഷനില്ല, ആ റിലേഷനിൽ സങ്കടങ്ങൾ വരും, ഞാൻ നിൻ്റെ അടുത്തേ ഞാൻ കരയുള്ളൂ, അങ്ങനെ കരുതിയാൽ മതി എന്ന് ഞാൻ ഈശോയുടെ അടുത്തിരുന്ന് കരയും. തിരിയിൽ ഞാൻ എന്നെല്ലാം കരയുന്നു അന്നെല്ലാം എനിക്ക് മാതാവിൻ്റെ രൂപം തെളിഞ്ഞു വന്നു. അങ്ങനെ ഓഗസ്റ്റ് 13-ാം തീയതിയിലെ ചൊവ്വാഴ്ചത്തെ ഉടമ്പടി ധ്യാനത്തിൽ അച്ഛൻ പറഞ്ഞു, ഒരു മാലാഖ വന്നൊരു പുറകിൽ നിൽക്കുന്നുണ്ട്, 44 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ തടസ്സമായിരിക്കുന്ന ഫയലുകളെല്ലാം എടുക്കുമെന്ന്. ഞാൻ പൂർണ്ണമായി വിശ്വസിച്ച് അതെൻ്റെ എടുക്കുമെന്ന്. അങ്ങനെ സെപ്റ്റംബർ 8-ാം തീയതി മാതാവിൻ്റെ ജന്മതിരുനാളിൻ്റെ അന്ന് നോമ്പെടുത്തു. ഞാൻ മാതാവിനോട് പറഞ്ഞു, നിൻ്റെ പിറന്നാളിന് എനിക്ക് ഗിഫ്റ്റായിട്ട് തരണം. അന്ന് ഞാൻ പോയി മെഡിക്കൽ എടുത്തു. അന്ന് ഞാൻ പറഞ്ഞു, എനിക്കൊരു CTയും വേണ്ട, എക്സ്റേ എടുത്ത് തന്നെ എനിക്കതിൽ ഫിറ്റ്നസ് വേണം. അതിന് മുമ്പ് എന്നോട് എല്ലാവരും പറഞ്ഞായിരുന്നു, ഒരു ഡോക്ടറെ കണ്ട് ആൻറ്റിബയോട്ടിക് എടുക്കണം, ആ പ്രശ്നം. ഞാൻ പറഞ്ഞു, ഞാൻ ഒരു ആൻറ്റിബയോട്ടിക്കും എടുക്കില്ല, ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് എനിക്കല്ലാതെ തന്നെ ഫിറ്റ്നസ് കിട്ടിയാൽ മതിയെന്ന്. അങ്ങനെ ഞാൻ മെഡിക്കൽ പോയി എടുത്തു. റിസൾട്ടിന് വേണ്ടി ഞാൻ നിന്നില്ല. വൈകുന്നേരം കുർബാനയ്ക്ക് പോകാൻ ഞാൻ ഓടിപ്പോന്നു. കുർബാനയ്ക്ക് കയറുന്നതിന് മുമ്പ് ഞാൻ സെൻറ്ററിൽ വിളിച്ചു വെച്ചപ്പോൾ അവരെന്നോട് പറഞ്ഞു, ഒരു കുഴപ്പമോ എക്സ്റേയിലില്ല, നിനക്ക് ഫിറ്റ്നസ് ആണെന്ന് പറഞ്ഞു.
പിറ്റേ ദിവസം തന്നെ ഞാൻ പോയി റിപ്പോർട്ട് മേടിച്ചു. റിപ്പോർട്ട് ഞാൻ ഏജൻറ്റിന് അയച്ചു കൊടുത്തു. പക്ഷേ വിസ എപ്പോൾ വരുമെന്നോ അങ്ങനത്തെ ഒന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു. അങ്ങനെ ഒരു ദിവസം തിങ്കളാഴ്ച ഞാൻ റിപ്പോർട്ട് അയച്ചു കൊടുത്തു. വ്യാഴാഴ്ച വൈകുന്നേരം ഞാൻ ഡ്യൂട്ടി ചെയ്യുമ്പോൾ ഒരു ചേട്ടൻ എനിക്ക് സെപ്റ്റംബറിലെ കൃപാസന പത്രം കൊണ്ടുവന്ന് തന്നു. ഞാൻ ആ പത്രം പിറ്റേ ദിവസം വെള്ളിയാഴ്ച രാവിലെ ഡെയിലി ബ്രെഡിന് ശേഷം വൈകുന്നേരം കുർബാനയായിട്ട് കുറച്ച് നേരം ഇരുന്ന് ആ പത്രം മുഴുവൻ ഞാനിരുന്ന് വായിച്ചിട്ട് ഞാൻ മാതാവിനോട് പറഞ്ഞു, അമ്മ തിങ്കളാഴ്ച എനിക്ക് എൻ്റെ വിസ കൊണ്ടുവന്ന് തരുമോ എന്ന് ഞാനിങ്ങനെ ചോദിച്ചു. അന്ന് വെള്ളിയാഴ്ച വൈകുന്നേരം ഞാൻ പള്ളിയിൽ പോകുന്ന നേരത്തെ എൻ്റെ ഫോൺ നോക്കിയപ്പോൾ അന്ന് വെള്ളിയാഴ്ച വൈകുന്നേരം തന്നെ എൻ്റെ ഫോണിൽ എൻ്റെ വിസ എനിക്ക് ഏജൻറ്റ് അയച്ചു തന്നു. അത്ര സമയ ചുരുക്കത്തിൽ മാതാവ് എനിക്ക് ചെയ്തു തന്നു. ഞാൻ എല്ലാവരുടെയും പുറകിലായിരുന്നു. പക്ഷേ മാതാവ് എന്നെ അവരുടെ ഒപ്പം എത്തിച്ചു. ഇനി എൻ്റെ ടിക്കറ്റേ വരാനുള്ളൂ, വന്നാൽ ഞാൻ സൗദിയിലേക്ക് പോകും. അതെനിക്ക് മാതാവ് തന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ്. അല്ലാതെ തന്നെ വിശുദ്ധ വസ്തുക്കൾ ഉപയോഗിച്ച് എനിക്ക് ഒരുപാട് രോഗസൗഖ്യങ്ങൾ കിട്ടിയിട്ടുണ്ട്, എൻ്റെ വീട്ടിൽ കിട്ടിയിട്ടുണ്ട്. അത് അവരില്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. എപ്പോഴും മാതാവിൻ്റെ രൂപങ്ങൾ, മുല്ലപ്പൂവിൻ്റെ സുഗന്ധം, ഒരുപാട് മാതാവിൻ്റെ സ്വപ്നത്തിൽ ഞാൻ എപ്പോഴും കാണുമായിരുന്നു. അതായിരുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ. ഞാൻ എപ്പോൾ കരഞ്ഞാലും എനിക്ക് സ്വപ്നത്തിൽ മാതാവിനെ, ഈശോനെ എല്ലാം കാണാൻ എനിക്ക് പറ്റിയിട്ടുണ്ട്. പിന്നെ കാരുണ്യ പ്രവർത്തികൾ എന്ന് പറഞ്ഞാൽ ഞാൻ ആശുപത്രിയിൽ ജോലി ചെയ്യുന്നതുകൊണ്ട് തന്നെ രോഗികളെ നോക്കും. പക്ഷേ എനിക്കത് ഞാൻ ചെയ്യുന്ന ജോലിയാണ്, അതിനെനിക്ക് സാലറി കിട്ടും എന്നുള്ളത് കൊണ്ട് ഞാൻ അത് മാറ്റി വെച്ചിട്ട് ഡ്യൂട്ടിക്ക് ശേഷം ഞാൻ ഗവൺമെൻറ് ആശുപത്രിയിൽ പോകുമായിരുന്നു. അവിടെ പോയി ഞാൻ രോഗികളെ നോക്കും, അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യും. പിന്നെ അമലാഭവൻ, പ്രത്യക്ഷഭവൻ എന്ന് പറഞ്ഞ എൻ്റെ ഹോസ്റ്റലിൻ്റെ അടുത്തുണ്ട്, അവരെ ഞാൻ പോകും, അവർക്ക് വേണ്ടിയുള്ള സഹായങ്ങൾ ചെയ്യും. പത്രം കൊടുക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഒരിക്കലും എനിക്ക് മടി തോന്നിയിട്ടില്ല. എത്ര കെട്ട് കിട്ടിയാലും ഞാൻ പത്രം ഓട്ടോ സ്റ്റാൻഡിൽ, റെയിൽവേ സ്റ്റേഷനിൽ, ആശുപത്രികളിലെല്ലാം ഞാൻ കൊണ്ടുപോയി കൊടുക്കും. എൻ്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. ആരും എന്നോട് ഇതുവരെ വേണ്ടാന്ന് പറഞ്ഞിട്ടില്ല. പിന്നെ ഏറ്റവും വലിയ എനിക്കൊരു കാര്യം തോന്നിയത്, എനിക്കവിടെ ഒരു പേഷ്യൻ്റ് ഉണ്ടായിരുന്നു, 26 വയസ്സുള്ള, അവൻ ബ്ലഡ് ക്യാൻസർ ആയിരുന്നു. അപ്പോൾ അവർ ഡിസ്ചാർജ് ആയപ്പം അന്ന് എനിക്ക് എന്തെങ്കിലും അവർക്ക് വേണ്ടി ചെയ്യുന്നതുകൊണ്ട് എൻ്റെ കയ്യിൽ ഒരു കുഞ്ഞ് കാശ് രൂപം ഉണ്ടായിരുന്നു. ആ കാശ് രൂപം ഞാൻ ഊരി, അവർ അക്രൈസ്തവരാണ്, അവർക്ക് ഞാൻ കൊടുത്തു. എന്നിട്ട് അവരത് വലിയ സന്തോഷത്തോടെ മേടിച്ചുകൊണ്ട് പോയി. കഴിഞ്ഞ ആഴ്ച അവരെ ഞാനിവിടെ കണ്ടു. അവർ ഹോസ്പിറ്റലിൽ വന്നിട്ടുണ്ടായിരുന്നു. അവർക്ക് ഭയങ്കര സൗഖ്യം ഉണ്ടായിരുന്നു. പറഞ്ഞാൽ ആ കാശ് രൂപം കയ്യിൽ കെട്ടിയിട്ട് എൻ്റെ അടുത്ത് വന്നു. അതെനിക്ക് ഭയങ്കര സന്തോഷമായി. എനിക്ക് അത്രയെങ്കിലും ചെയ്യാൻ പറ്റിയില്ലോ എന്നുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വർഷത്തിനിടയ്ക്ക് ഞാൻ ശരിക്കും റിലേഷനിലായിരുന്നു. അത്രയും ഞാൻ കംഫർട്ട്, എന്നെ ഈശോ അത്രയ്ക്കും പൊതിഞ്ഞു പിടിച്ചു, മാതാവ് പിടിച്ചു. മരണം വരെ ഉടമ്പടി ജീവിക്കണേന്നേ പറഞ്ഞുള്ളൂ. ഒരിക്കലും ഞാൻ നിയോഗത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടില്ല. എനിക്ക് ഉടമ്പടിയിലെ നിയമങ്ങൾ പാലിച്ച് ഈശോയുടെ മുമ്പിൽ മരിച്ചു ചെല്ലുമ്പോൾ ഈശോയെ കണ്ണു തുറന്ന് നോക്കി ഒരു തെറ്റ് ചെയ്തെന്ന പേരിൽ കുനിഞ്ഞു നിൽക്കേണ്ട വരരുതേന്നേ ഞാൻ പ്രാർത്ഥിച്ചിട്ടുള്ളൂ. ഇത്ര അനുഗ്രഹങ്ങൾ തന്ന ഈശോയ്ക്കും മാതാവിനും. പരിശുദ്ധ ദൈവമാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ എനിക്ക് സാക്ഷ്യം ലഭിക്കാനായിട്ട് നൽകിയ അനുഗ്രഹത്തിനായി ഈശോയോടും ദൈവമാതാവിനോടും ഞാൻ 1000 നന്ദി അർപ്പിക്കുന്നു. എൻ്റെ പേര് ബോബ്സി പോൾസൺ. ഞാൻ തൃശ്ശൂർ ജില്ലയിലെ ചെമ്മണ്ണൂർ ഇടവകയിൽ നിന്ന് വരുന്നു. ഇത് എൻ്റെ 3ാമത്തെ ഉടമ്പടിയാണ്. ആദ്യത്തെ 2 ഉടമ്പടിയിലൂടെ എണ്ണമില്ലാത്ത അനുഗ്രഹങ്ങൾ എനിക്ക് മാതാവ് നൽകി. പക്ഷേ അതിനൊന്നും തന്നെ സാക്ഷ്യം പറയാനായിട്ട് എനിക്ക് വലിയ മടിയായിരുന്നു. ഞാനിവിടെ ഒരുപാട് പ്രാവശ്യം വന്ന് പ്രാർത്ഥിച്ച് കടന്നുപോയി. അതുപോലെ തന്നെ ജപമാല റാലിയിലെല്ലാം പങ്കെടുത്തു. പക്ഷേ എനിക്കിവിടെ വന്ന് സാക്ഷ്യം പറയാനായിട്ട് എനിക്ക് ധൈര്യം ഉണ്ടായിരുന്നില്ല. എന്താണ് യാഥാർത്ഥ്യം? ഞാനൊരു പാപി ആയതുകൊണ്ട് ഇത്രയും വിശുദ്ധമായൊരു അൾത്താരയിൽ ഞാൻ നിന്ന് എങ്ങനെ സാക്ഷ്യം നൽകുമെന്നതായിരുന്നു എൻ്റെ ചിന്ത. അങ്ങനെയിരിക്കെ എൻ്റെ ജീവിത പങ്കാളി പോൾസൺ സൗദിയിലാണ് ജോലി ചെയ്യുന്നത്. 4 വർഷമായി അദ്ദേഹത്തിന് കിഡ്നി ഡിസീസ് ഉണ്ട്. പലപ്പോഴും പല സന്ദർഭങ്ങളിലും അസുഖം വരുമ്പോഴെല്ലാം നാട്ടിൽ വന്ന് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് തിരിച്ച് സൗദിയിലേക്ക് കടന്നു പോവുകയാണ് പതിവ്. അങ്ങനെ സന്തോഷത്തോടു കൂടി സൗദിയിലേക്ക് കടന്നുപോയ ആൾ 1 മാസം കഴിഞ്ഞപ്പോൾ ജൂലൈ 12-ാം തീയതി അവശ നിലയിലായിട്ടാണ് നാട്ടിലേക്ക് കടന്നു വന്നത്. ഇവിടെ വന്നപ്പോൾ തന്നെ ഞങ്ങൾ ഡോക്ടറെ കാണിച്ചു. ഡോക്ടർ പറഞ്ഞു ക്രിയാറ്റിൻ കൂടുതലാണ്, എന്നാൽ നമുക്ക് വെയിറ്റ് ചെയ്യാം, മരുന്ന് കഴിക്കുക, മുന്നേറുക. ഞാനൊരു അധ്യാപികയാണ്. അപ്പോൾ വീട്ടിൽ തനിച്ച് ഇരുത്തി പോകാനുള്ള ബുദ്ധിമുട്ടും, എനിക്ക് ജോലി സ്ഥലത്ത് സമാധാനമില്ല. ഞങ്ങൾക്കാണെങ്കിൽ നാട്ടിലൊരു ഷോപ്പുണ്ട്, അവിടെ മകന് വർക്ക് ചെയ്യണം. അപ്പോൾ മകനെ വീട്ടിലിരുത്തിയിട്ടാണ് ഞാൻ എൻ്റെ ജോലി മേഖലയിലേക്ക് കടന്നു പോയിരുന്നത്. അങ്ങനെ ശ്വാസതടസ്സവും ഛർദിയും ഉറക്കമില്ലായ്മ ഇതൊക്കെ കൂടി വന്നു, നടക്കാൻ പറ്റാത്ത അവസ്ഥ. അങ്ങനെ ഇരുന്ന സന്ദർഭത്തിലാണ് ഞാൻ ഓഗസ്റ്റ് 2-ാം തീയതി വീണ്ടും ഈ കൃപാസനത്തിലേക്ക് കടന്നു വന്ന് ഞാൻ ഉടമ്പടി എടുക്കുന്നത്. ഇവിടെ ഞാൻ 6 നിയോഗങ്ങൾ വെച്ച് പ്രാർത്ഥിച്ചു. പ്രത്യേകമായി എൻ്റെ ജീവിത പങ്കാളിക്ക് പൂർണ്ണമായി സൗഖ്യം നൽകി നല്ല ആരോഗ്യത്തോടു കൂടി ജീവിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണേ എന്ന് മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ചിട്ടാണ് ഇവിടെ നിന്ന് കടന്നുപോയത്. ഒപ്പം തന്നെ ഞാനൊരു ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചിരുന്നു. ഓഗസ്റ്റ് 8-ാം തീയതി ആകുമ്പോൾ എന്തു തന്നെയായാലും ഞങ്ങളുടെ ജീവിതത്തിലെ ഒരു തിരിച്ചറിവ്, എന്താണ് ചെയ്യേണ്ടത് എന്ന് മാതാവ് വെളിപ്പെടുത്തി തരണമെന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ ഓഗസ്റ്റ് 7-ാം തീയതി ഞങ്ങൾ വീണ്ടും ഡോക്ടറെ കാണാനായിട്ട് കടന്നുപോയി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു നമുക്ക് അഡ്മിറ്റ് ആവാം. അഡ്മിറ്റായി ഡോക്ടർ വീണ്ടും ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്തിട്ട് പറഞ്ഞു 8-ാം തീയതി തൊട്ട് നമുക്ക് ഡയാലിസിസ് തുടങ്ങാം. അങ്ങനെ 8-ാം തീയതി ഡയാലിസിസ് തുടങ്ങി.
അപ്പോൾ അതിനോടൊപ്പം ഡോക്ടർ പറഞ്ഞു, നിങ്ങൾക്ക് നല്ല ആരോഗ്യമുള്ള വ്യക്തിയാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് കിഡ്നി ട്രാൻസ്പ്ലാന്റേഷനെ കുറിച്ച് ചിന്തിക്കണം. അപ്പോൾ അദ്ദേഹം അതിന് തയ്യാറായില്ല, അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഇനി ഇങ്ങനെ ജീവിച്ചാൽ മതിയെന്ന് പറഞ്ഞു. പക്ഷേ ഒരുപാട് പേര് അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്തിട്ട് പറഞ്ഞു, അല്ല നമുക്കിത് ചെയ്യണം, പ്രാർത്ഥിച്ചു ഒരുങ്ങി നമുക്കിതിന് മുന്നേറണം എന്ന് പറഞ്ഞു. അങ്ങനെ മനസ്സൊക്കെ മാറ്റി കിഡ്നി ട്രാൻസ്പ്ലാന്റേഷനിലേക്ക് കടക്കാമെന്ന തീരുമാനത്തിലായി. അങ്ങനെ ഡയാലിസിസ് നടന്നു പോകുന്നു. വീട്ടിൽ മകനെ ഇരുത്തി ഞാൻ ജോലിക്ക് പോകും. അധികം ലീവൊന്നും എടുക്കേണ്ടതായിട്ട് എനിക്ക് വന്നിരുന്നില്ല. അങ്ങനെ ഇരിക്കെ ഞങ്ങൾ ഇതിൻ്റെ വർക്കപ്പിനായിട്ട് ഞങ്ങൾ സെപ്റ്റംബർ 9-ാം തീയതി ഞങ്ങൾ മെഡിക്കൽ ട്രസ്റ്റിൽ പോയി അഡ്മിറ്റ് ആവുകയാണ്. അങ്ങനെ അഡ്മിറ്റായി ഒരുവിധം എല്ലാ ടെസ്റ്റുകളും നടത്തേണ്ടിയിരുന്നു. 75% ടെസ്റ്റുകളും വന്നു. റിസൾട്ട് ഓക്കെയാണ്. 25 വർഷമായി ഷുഗർ ഉള്ളതുകൊണ്ട് ഡോക്ടർ ഹെറിഡിറ്ററി ആയിട്ട് ഹാർട്ട് അറ്റാക്ക് വീട്ടിലുള്ളത് കൊണ്ടും ഡോക്ടർ പറഞ്ഞു നമുക്ക് ആൻജിയോഗ്രാം ചെയ്ത് ക്ലിയർ ആക്കിയാലാണ് സർജറിക്ക് കടന്നു പോകാനായിട്ട് സാധിക്കുകയുള്ളൂ എന്ന്. അങ്ങനെ അദ്ദേഹം ആൻജിയോഗ്രാമിനായിട്ട് സെപ്റ്റംബർ 13-ാം തീയതി ആൻജിയോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഡോക്ടർ എന്നെ വിളിച്ച് കുറച്ച് ക്രിട്ടിക്കലാണ്, നല്ല ബ്ലോക്ക് ഉണ്ട്, നമുക്കിത് എന്തെങ്കിലും ചെയ്യണം, ഒന്നുപോലെ ആൻജിയോപ്ലാസ്റ്റി ചെയ്ത് സ്റ്റണ്ട് ഇടണം, അല്ലെങ്കിൽ അടുത്ത തീരുമാനം എന്താണെന്ന് ഞാൻ പറയാമെന്ന് പറഞ്ഞു. വിട്ടു. അപ്പോൾ ഹസ്ബൻഡ് അതിന് തയ്യാറായില്ല. ഹസ്ബൻഡ് പറഞ്ഞു എനിക്ക് നേരിട്ട് തന്നെ കാണണം. അങ്ങനെ അദ്ദേഹത്തെ നേരെ OP-യിലേക്ക് വിളിച്ചു കൊണ്ടുപോയി ഡോക്ടർ നേരിട്ട് തന്നെ എല്ലാം ക്ലിയറായി കാണിച്ചു കൊടുത്തു. ജംഗ്ഷനിൽ നല്ലൊരു ബ്ലോക്ക് ഉണ്ട്, നമുക്കത് ബൈപ്പാസ് തന്നെ വേണം, അല്ലാതെ ഒരു നിവൃത്തിയുമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഇരുന്ന സന്ദർഭത്തിൽ ഞങ്ങളാകെ തളർന്നു പോയി. എൻ്റെ മകളാണെങ്കിൽ കാനഡയിലാണ് വർക്ക് ചെയ്യുന്നത്. അവൾ അവിടെ ഡാഡിക്ക് വേണ്ടി ഓൺലൈൻ ഉടമ്പടിയൊക്കെ എടുത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്. ഞാൻ ഈ സംഭവം മകനോടും മകളോടും അതുപോലെ തന്നെ എൻ്റെ ജോലി മേഖലയിൽ ഇനി ഒരുപാട് ലീവ് എടുക്കേണ്ടതിൻ്റെ ആവശ്യമുണ്ടായിരിക്കും അവിടെയും ഹസ്ബൻഡിൻ്റെ ജോലി സ്ഥലത്ത് മാത്രമാണ് പറഞ്ഞത്. അതിനുശേഷം ആരോടും പറഞ്ഞില്ല. പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കോളുകളാണ് വന്നുകൊണ്ടിരിക്കുക. അതുകൊണ്ട് തന്നെ പ്രാർത്ഥിക്കാനുള്ള സ്വസ്ഥത ഉണ്ടാകില്ല എന്ന് എനിക്കറിയാം. ഞങ്ങൾ ഒരുപാട് നേരം പരിശുദ്ധ മാതാവിനോട് പ്രാർത്ഥിച്ചു. അപ്പോൾ ഞാൻ ജീവിത പങ്കാളിയോട് ചോദിച്ചു, നിങ്ങൾക്ക് ഈ ബൈപ്പാസ് സർജറി ഇന്ന് പൂർണ്ണമായി സൗഖ്യം കിട്ടുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് പൂർണ്ണമായി സൗഖ്യം കിട്ടും, പക്ഷേ എനിക്ക് ഈ ബൈപ്പാസ് സർജറി താങ്ങാനുള്ള കഴിവുള്ളത് കൊണ്ടാണ് എനിക്ക് ദൈവം ഇത് തന്നിരിക്കുന്നത്. അപ്പോൾ നീ പ്രാർത്ഥിക്കേണ്ടത് എൻ്റെ ഈ സർജറി കഴിഞ്ഞ് ഞാൻ ആരോഗ്യത്തോടെ ഇരിക്കാനാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു അങ്ങനെയല്ല, ഞാൻ ദൈവവുമായിട്ടാണ് ഉടമ്പടി വെച്ചിരിക്കുന്നത്. ഞാൻ വിശ്വസ്തയോടെ വിശ്വാസത്തോടെ വിശുദ്ധിയോട് കൂടിയിട്ടാണ് ഈ ഉടമ്പടി ചെയ്യുന്നത് എന്ന് ദൈവത്തിൻ്റെ മാതാവിന് വിശ്വാസമുണ്ടെങ്കിൽ നമുക്ക് പൂർണ്ണമായി സൗഖ്യം ലഭിക്കുമെന്ന് ഞാൻ ജീവിത പങ്കാളിയോട് പറഞ്ഞു. അങ്ങനെ ഞാൻ ഇവിടെ നിന്ന് കൊണ്ടുപോയിരുന്ന മാതാവിൻ്റെ ഉടമ്പടി തൈലവും ഉപ്പും ജീവിത പങ്കാളിക്ക് നൽകുകയും ഈശോയുടെ തിരുരക്തത്താൽ എൻ്റെ ജീവിത പങ്കാളിയെ കഴുകണമേ വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മാതാവിൻ്റെ ലോക്കറ്റ് നെഞ്ചിൽ വെച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തു. ആ സമയത്താണ് മകൾ വിളിച്ച് പറഞ്ഞു, ഞാൻ എന്നും ഡെയിലി ബ്രെഡ് കണ്ടു കഴിയുമ്പോൾ എനിക്കൊരു സാക്ഷ്യം കയറി വരുന്നുണ്ടമ്മ. ബൈപ്പാസ് കഴിഞ്ഞ UK-യിൽ നിന്ന് വന്ന രമ്യ സതീഷ് കുമാറിൻ്റെ ബൈപ്പാസ് സർജറി മാറിപ്പോയ ഒരു സാക്ഷ്യം, അത് നിങ്ങൾ കേൾക്കണം, ഇരുന്ന് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. ഞങ്ങൾ രണ്ടുപേരും അതിരുന്ന് പ്രാർത്ഥിച്ചു. വിശ്വാസത്തോടെ ഞങ്ങൾ പ്രാർത്ഥിച്ചു, ഞങ്ങൾക്കും ഇതുപോലെ സൗഖ്യം നൽകണേ മാതാവേ എന്ന് പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം ഡോക്ടർ പറഞ്ഞു നമുക്കൊരു ടെസ്റ്റ് കൂടിയുണ്ട്, സ്ട്രെസ് താലിയം എന്നാണ് ആ ടെസ്റ്റിൻ്റെ പേര്. ആ ടെസ്റ്റ് ചെയ്യാനായിട്ട് നാളെ നിങ്ങൾ കടന്നു പോകണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ച് ഒരുങ്ങി, പ്രത്യേകമായി ഒരുപാട് കൊന്ത ചൊല്ലി പ്രാർത്ഥിച്ചു. അങ്ങനെ സ്ട്രെസ് താലിയത്തിനായി കടന്നുപോയി. 2 മണിക്കൂറോളം ടെസ്റ്റ് നീണ്ടു നിന്നു. അതിൻ്റെ റിസൾട്ട് ഡോക്ടർക്ക് അവർ അയച്ചു കൊടുത്തു. ഡോക്ടർ പറഞ്ഞു റിപ്പീറ്റ് ചെയ്യാൻ പറഞ്ഞു, സ്ട്രെസ് താലിയം റിപ്പീറ്റ് ചെയ്യൂ. അങ്ങനെ വീണ്ടും റിപ്പീറ്റ് ചെയ്തു. അതിൻ്റെ റിസൾട്ട് പിറ്റേ ദിവസം ഡോക്ടർ വന്നപ്പോൾ തലേദിവസം വരെ ബൈപ്പാസ് സർജറിയിൽ ഉറച്ചു നിരുന്ന ഡോക്ടർ പറഞ്ഞു നിങ്ങൾക്ക് യാതൊരു കുഴപ്പവുമില്ല, നിങ്ങളുടെ ബ്ലോക്ക് മാറിപ്പോയിരിക്കുന്നു, ഒന്നും തന്നെ ഈ റിസൾട്ടിൽ കാണാനില്ല. ഉടനടി പരിഹാരം നിന്ന അമ്മയ്ക്ക് ഉടനടി വന്ന് സാക്ഷി പറയണമെന്ന എൻ്റെ അതിയായ ആഗ്രഹത്തോടു കൂടിയാണ് ഇന്ന് ഞാൻ എൻ്റെ ഹസ്ബൻഡിനെയും കൊണ്ട് ഇവിടെ വന്ന്, ഹസ്ബൻഡ് ഡയാലിസിസ് ഇന്നലെ ചെയ്തുകൊണ്ട് ചെറിയ ക്ഷീണമുള്ളത് കൊണ്ട് അവിടെ ഇരിക്കുകയാണ്, അധികം നേരം നിൽക്കാനായിട്ട് സാധിക്കില്ല. ഇന്ന് അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചു. ഞങ്ങൾക്ക് ഇനിയും പൂർണ്ണ സൗഖ്യം മാതാവിലൂടെ ലഭിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അതുപോലെ തന്നെ എൻ്റെ ജീവിതകാലം അത്രയും ഈ ഉടമ്പടിയിൽ വിശ്വാസത്തോടെ വിശുദ്ധിയോടുകൂടി വിശ്വസ്തയോടെ മാതാവിൻ്റെ കൂടെ ഒരു തീർത്ഥയാത്ര പോലെ കുരിശിനോട് ചേർന്ന് കൊണ്ട് ജീവിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എൻ്റെ 3 ഉടമ്പടിയിലൂടെ എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ ദൈവം നൽകിയിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു സാക്ഷ്യം കേട്ടപ്പോൾ ഞാൻ പറഞ്ഞു അവിടെ ഞാൻ കേട്ടിരുന്നു ട്രാക്ക് മാറിപ്പോകുന്നവരുടെ ട്രാക്ക് നേരെയാക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു വിശുദ്ധമായ ഒരു ഉടമ്പടിയാണിതെന്ന്. അത് എന്നെ സംബന്ധിച്ച സത്യമാണ്. കോവിഡ് കാലഘട്ടത്തിൽ എൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു തിക്തമായ അനുഭവത്തിൽ നിന്ന് ഞാൻ ദൈവത്തിൽ നിന്ന് ഒരുപാട് അകന്നു പോയിരുന്നു. പിതാവ് പെട്ടെന്ന് ഹാർട്ട് അറ്റാക്ക് വന്ന് കോവിഡ് കാലത്ത് മരിച്ചു പോയപ്പോൾ തൊട്ടരികിലുണ്ടായിരുന്നിട്ട് പോലും എനിക്കൊന്ന് കാണാനോ
ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാനോ ഒന്നും എനിക്ക് സാധിച്ചില്ല. ഒരു പിടി ഭസ്മമായിട്ടാണ് സെമിത്തേരിയിൽ കൊണ്ടുപോയി വെച്ചത്. അതൊക്കെ എൻ്റെ ജീവിതത്തിൽ ഭയങ്കര ഒരു വിഷമമുണ്ടാക്കിയ സംഗതി. അതോടുകൂടി ഞാൻ വിശ്വാസത്തിൽ നിന്ന് അകന്നു പോയിക്കൊണ്ടിരുന്നു. കുമ്പസാരിക്കാനോ കുർബാന കാണാനോ ബൈബിൾ വായിക്കാനോ എനിക്ക് താല്പര്യം തോന്നിയിരുന്നില്ല. 3 വർഷത്തോളമായി ഞാൻ ബൈബിൾ വായിച്ചിട്ടെന്ന് വേണമെങ്കിൽ പറയാം. കുടുംബ പ്രാർത്ഥന ചെല്ലുമായിരുന്നു. പക്ഷേ മകനാണ് ബൈബിൾ വായിക്കേണ്ട ഉത്തരവാദിത്തം. അവനാണ് ബൈബിൾ വായിച്ചിരുന്നത്. അങ്ങനെ ഇരിക്കുന്ന സന്ദർഭത്തിലേക്കാണ് ഈ ഉടമ്പടിയിലേക്ക് ഞാൻ കടന്നു വരുന്നത്. ഈ ഉടമ്പടി എന്നെ വിശുദ്ധിയിലേക്ക് നയിക്കാനായിട്ടായിട്ട് എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത് ഞങ്ങളിവിടെ നിന്ന് കിട്ടുന്ന കൃപാസന പത്രം ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടിയിട്ടാണ് എല്ലായിടത്തും കൊണ്ടുപോയി കൊടുത്തിരുന്നത്. പ്രാർത്ഥിച്ചിട്ടാണ് കൊടുത്തിരുന്നത്. ചിലരത് വാങ്ങില്ല, ചിലർ വാങ്ങും. പിന്നെ ഡയാലിസിസിനായി കടന്നു പോകുമ്പോൾ അവിടെയെല്ലാം ഞങ്ങൾ കൃപാസന പത്രം കൊടുത്തിരുന്നു. അതുപോലെ തന്നെ ഓർഫനേജുകൾ, ഞങ്ങൾ വിവാഹം കഴിഞ്ഞ അന്ന് മുതൽ ഒരുപാട് കാരുണ്യ പ്രവർത്തികൾ ചെയ്യുന്ന ആളാണ് അദ്ദേഹം. ഞങ്ങൾ ഒരുപാട് ഓർഫനേജുകൾ പലപ്പോഴും സന്ദർശിക്കാറുണ്ട്. മക്കളുടെ കൂടെ പോയിട്ടാണ് പലപ്പോഴും സന്ദർശിക്കാറുള്ളത്. അങ്ങനെ അവർക്ക് വേണ്ട സഹായങ്ങൾ ആര് വന്ന് സഹായം ചോദിച്ചാലും ചോദിച്ചില്ലെങ്കിലും കൊടുക്കുന്ന ഒരു പ്രകൃതമാണ് അദ്ദേഹത്തിൻ്റേത്. അങ്ങനെ കാരുണ്യ പ്രവർത്തികൾ ഞങ്ങൾ ഒരുപാട് ചെയ്യുന്നുണ്ട്. ഇനിയും മാതാവിൻ്റെ അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് ഒരുപാടുണ്ടാകുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുകയാണ്. ഇനിയും വലിയൊരു സൗഖ്യം ലഭിച്ച് ഇവിടെ വന്ന് വീണ്ടും സാക്ഷ്യം പറയുന്നതാണ് എൻ്റെ ആഗ്രഹം. അതുപോലെ തന്നെ ഞാൻ എൻ്റെ അനുഭവങ്ങൾ കേട്ടിട്ട് ഞാനൊരു ഹിന്ദു മാനേജ്മെൻറ്റ് സ്കൂളിലാണ് വർക്ക് ചെയ്യുന്നത്. അവിടെയുള്ള ഒരുപാട് അധ്യാപകർ ഇവിടെ വന്ന് മാതാവിനോട് പ്രാർത്ഥിച്ചു. അവർക്ക് എണ്ണിയാൽ തീരാത്ത അനുഗ്രഹങ്ങളാണ് മാതാവ് നൽകിയത്. 10 വർഷമായി മക്കളില്ലാത്തവർക്കും അതുപോലെ തന്നെ CMA പോലുള്ള വലിയ എക്സാം എഴുതുന്ന മക്കൾക്കൊക്കെ ഉന്നത വിജയം നൽകി മാതാവ് അവരെയൊക്കെ അനുഗ്രഹിച്ചിട്ടുണ്ട്. എല്ലാവരും മാതാവിനോട് ഒരുപാട് നന്ദി പറയാനായിട്ട് എന്നെ ഏൽപ്പിച്ചിരിക്കുകയാണ്. എല്ലാവർക്കും എന്നും ഇവിടെ വന്ന് പ്രാർത്ഥിക്കാൻ ഒരുപാട് ആഗ്രഹമാണ് എല്ലാവർക്കും. മാതാവ് എൻ്റെ ജീവിതത്തിൽ നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ ഒരുപാട്. എൻ്റെ പേര് സ്നേഹ. ഞാൻ കാസർഗോഡ് ജില്ലയിലെ വെള്ളരിക്കുണ്ട് ഇടവകയിൽ നിന്നാണ് വരുന്നത്. ഞാൻ ജർമ്മൻ പഠിക്കുന്ന ഒരു B2 സ്റ്റുഡൻ്റാണ്. ഞാൻ ആദ്യമായിട്ട് ഇവിടെ ഉടമ്പടി എടുക്കുന്നത് 2024 ഫെബ്രുവരി 17-ാം തീയതിയാണ്. ഉടമ്പടി എടുക്കാനുണ്ടായിരുന്ന കാരണം എനിക്ക് എക്സാം എഴുതാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രൂഫായിട്ട് ആധാർ കാർഡോ പാസ്പോർട്ടോ അങ്ങനെ എന്തെങ്കിലും വേണം. അപ്പോൾ പാസ്പോർട്ടിന് ഞാൻ എൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് തന്നെ അപ്ലൈ ചെയ്തപ്പം അവർ പറഞ്ഞു എൻ്റെ ആധാർ കാർഡിൽ മിസ്റ്റേക്ക് ഉണ്ട്, അപ്പോൾ അതുകൊണ്ട് അത് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആദ്യം ആധാർ തിരുത്താൻ വേണ്ടിയിട്ട് കൊടുത്തപ്പം അവർ കുറേ തടസ്സങ്ങൾ പറഞ്ഞു. ഇതിങ്ങനെ പറ്റില്ല, ഇങ്ങനെയാണ്, അങ്ങനെ കുറേ തടസ്സങ്ങൾ പറഞ്ഞു. അപ്പം ഞാൻ നവംബറിലായിരുന്നു കൊടുത്തത്. ഫെബ്രുവരി ആയിട്ടും എൻ്റെ കയ്യിൽ ഒരു തീരുമാനം ഉണ്ടായില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുകയാണ് ഒരു ദിവസം അമ്മ എന്നോട് പറയുന്നത്, നീ ഉടമ്പടി എടുക്കുക, എന്നിട്ട് നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ അപ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഫെബ്രുവരി 17-ാം തീയതി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുക്കുന്ന സമയത്ത് തന്നെ എനിക്ക് സുഗന്ധാഭിഷേകം കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ പരിശുദ്ധ അമ്മേനെ വഹിക്കാനുള്ള ഭാഗ്യവും കിട്ടിയായിരുന്നു എനിക്ക്. അങ്ങനെ ഞാനിവിടെ ചാപ്പലിൻ്റെ ഫ്രണ്ടിൽ പ്രദക്ഷിണം വന്ന ചാപ്പലിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുമ്പം അമ്മ എന്നെ നോക്കി കരയുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ആദ്യം അതെന്താണെന്ന് മനസ്സിലായില്ല. അപ്പം അങ്ങനെ ഞാൻ നിയോഗങ്ങളെല്ലാം സമർപ്പിച്ച് പുറത്തിറങ്ങി എൻ്റെ ഫോൺ സ്വിച്ച് ഓൺ ആക്കിയപ്പം എനിക്ക് ആദ്യം വന്ന മെസ്സേജ് എൻ്റെ ആധാർ കാർഡ് റിജക്റ്റഡ് ആയി വന്നതായിരുന്നു. അപ്പം എനിക്ക് അങ്ങനെ വരണമായിരുന്നു, അല്ലെങ്കിൽ ഞാനിപ്പം വീട്ടിൽ പോയി അത് അപ്ലൈ ചെയ്യുന്നതിൽ ഒരു കാര്യം ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ ഞാൻ പുറത്തിറങ്ങി ഞാൻ അമ്മേനോട് ചോദിച്ചു, അമ്മ എന്തിനാ കരഞ്ഞെന്ന് ചോദിച്ചു. അപ്പോൾ അമ്മ എന്നോട് പറഞ്ഞു, അമ്മ ഒരു സ്വപ്നം കണ്ടായിരുന്നു. ഞാൻ ദിവ്യകാരുണ്യ ചാപ്പലിൻ്റെ ഫ്രണ്ടിൽ പരിശുദ്ധ അമ്മേനെയും പിടിച്ചുകൊണ്ട് നിൽക്കുന്നതായിട്ട് അമ്മ സ്വപ്നം കണ്ടു. അപ്പോൾ അതിൽ പ്രകാരമാണ് അമ്മ എന്നോട് ഉടമ്പടി എടുക്കണമെന്ന് പറഞ്ഞത്. അങ്ങനെ ഞാൻ വീട്ടിൽ പോയി ആധാർ കാർഡിന് ഞാൻ അപ്ലൈ ചെയ്തു. പിന്നീട് എനിക്കൊരു തടസ്സവും ഉണ്ടായിരുന്നില്ല. ഞാൻ പരിശുദ്ധ അമ്മേനോട് ഞാൻ നിയോഗത്തിൽ വച്ചിരുന്നത് എനിക്കെൻ്റെ എക്സാമിന് മുന്നേ എൻ്റെ കയ്യിൽ പാസ്പോർട്ടും ആധാറും കിട്ടണം എന്നായിരുന്നു. എൻ്റെ എക്സാം മാർച്ച് 20-നായിരുന്നു, ബുധനാഴ്ച. ഞായറാഴ്ച ആയപ്പോഴത്തേക്കും എനിക്കെൻ്റെ കയ്യിൽ പാസ്പോർട്ടും ആധാർ കാർഡും കിട്ടി. അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ എക്സാമിന് പോയി. എക്സാം എനിക്ക് ബാംഗ്ലൂർ വെച്ചിട്ടായിരുന്നു. അപ്പോൾ 4 മൊഡ്യൂൾസും ഞാൻ ഡേറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ആദ്യം റീഡിംഗ് ആയിരുന്നു. അപ്പോൾ റീഡിങ്ങിൽ ഞാൻ ഓരോ പേജും ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ വിശ്വാസപ്രമാണം ചൊല്ലി കുരിശ് വരച്ചിട്ടായിരുന്നു ഞാൻ ആൻസേഴ്സൊക്കെ അറ്റംപ്റ്റ് ചെയ്തിരുന്നത്. പക്ഷേ എനിക്ക് ആദ്യത്തെ 3 മൊഡ്യൂളും നല്ല ടഫായിരുന്നു. അപ്പം ലാസ്റ്റത്തെ മൊഡ്യൂൾ ആയപ്പോഴത്തേക്ക് ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവ് എനിക്ക് 3ഉം നല്ല ടഫായിരുന്നു, ഇതിലെങ്കിലും എനിക്ക് അമ്മയുടെ പ്രസൻസ് ഒന്ന് എന്നെ അറിയിക്കാമോ എന്ന് ചോദിച്ച് ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ സ്പീക്കിങ്ങിന് കയറുന്ന ടൈമിൽ ഞങ്ങളുടെ ടൈം അവിടെ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. നോക്കുമ്പോൾ എൻ്റെ ടൈം ഉച്ചകഴിഞ്ഞ് 2:20-നും 2:40-നും ഇടയിലാണ്. ഇത് ഞാൻ പരിശുദ്ധ അമ്മയോട് നേരത്തെ ചോദിച്ചു വെച്ച സമയമായിരുന്നു. എനിക്ക് എൻ്റെ സ്പീക്കിങ് തരുവാണെങ്കിൽ അമ്മയുടെ പ്രത്യക്ഷീകരണ സമയത്ത് തന്നെ തരണം എന്നുള്ളത്. അത് കഴിഞ്ഞ് എൻ്റെ പാർട്ട്ണറുടെ പേരാണെങ്കിൽ മേരി എന്നുമായിരുന്നു. അങ്ങനെ ഞാൻ എക്സാം അറ്റൻഡ് ചെയ്തു. എക്സാമിന് പോകുമ്പോൾ നമുക്ക് നോർമലി
ഒരു ഡിസ്കഷൻ്റെ ടോപ്പിക്കും 2 പ്രസൻറ്റേഷൻ്റെ ടോപ്പിക്കുമാണ് കിട്ടാറുള്ളത്. പക്ഷേ എനിക്കിതിൻ്റെ ഡബിളായിരുന്നു. 2 ഡിസ്കഷനും 4 പ്രസൻറ്റേഷൻ്റെ ടോപ്പിക്കും കിട്ടി. അപ്പം ഞാൻ നോക്കുമ്പം അതിൽ ഒരെണ്ണം മാത്രമേ എനിക്ക് നല്ല ഈസി ആയിട്ടുള്ളൂ, ബാക്കി 3ഉം എനിക്ക് നല്ല ബുദ്ധിമുട്ടാണ്. അപ്പോൾ അവിടെയും ഞാൻ മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ചു, മാതാവ് എനിക്ക് ഈസി ആയിട്ടുള്ള ടോപ്പിക്ക് മാത്രമേ തരാവുള്ളൂ എന്ന്. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ ആഗ്രഹിച്ച ടോപ്പിക്ക് തന്നെയായിരുന്നു എനിക്ക് സ്പീക്കിങ്ങിന് കിട്ടിയത്. ബാംഗ്ലൂർ ആയതുകൊണ്ട് തന്നെ നമുക്ക് 2 ദിവസത്തിനുള്ളിൽ റിസൾട്ട് കിട്ടും. എനിക്ക് റിസൾട്ട് വന്നു. 4 മൊഡ്യൂൾസിൽ എനിക്ക് റീഡിങ്ങും സ്പീക്കിങ്ങും ഞാൻ ജയിച്ചു. എനിക്ക് 2 മൊഡ്യൂൾ കിട്ടിയില്ല. പിന്നെ ഞാൻ ജൂണിലായിരുന്നു പിന്നെ ബാക്കി 2 മൊഡ്യൂളിനും കൂടെ ഡേറ്റ് എടുത്തത്. അപ്പോൾ അതിന് മുന്നേ എനിക്ക് പുതുക്കാനുള്ള സമയമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാനിവിടെ വന്ന് പുതുക്കി. 2ാമതും എനിക്ക് പരിശുദ്ധ അമ്മേനെ വഹിക്കാനുള്ള ഭാഗ്യം കിട്ടി. അപ്പോൾ അന്ന് ഞാൻ ഇവിടുന്ന് പോകുന്നതിന് മുന്നേ 4ാമത്തെ നിയോഗമായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത് എനിക്ക് ഒരു ജർമ്മൻ ട്യൂട്ടറായിട്ട് വർക്ക് ചെയ്യാൻ സാധിക്കണം എന്ന് പറഞ്ഞ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഉടമ്പടി പുതുക്കി ഒരാഴ്ചയ്ക്കുള്ളിൽ ഞാൻ CV ഇതിനു മുന്നേ നേരത്തെ കുറേ സ്ഥലത്ത് കൊടുത്തായിരുന്നു, പക്ഷെ എവിടുന്ന് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഉടമ്പടി പുതുക്കി 1 വീക്കിനുള്ളിൽ എന്നെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് വിളിക്കുകയും ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. ഞാൻ പാസ്സായി. അങ്ങനെ ഞാനിപ്പം കറൻ്റ്ലി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ ബാക്കി റൈറ്റിങ്ങും അതുപോലെ ഹിയറിങ്ങും ഞാൻ എക്സാംസ് ഞാൻ അറ്റൻഡ് ചെയ്തു, കൊച്ചിയിലും പിന്നെ ബാംഗ്ലൂരുമായിട്ട്. പക്ഷെ അവിടെ 2 സ്ഥലത്തും ഞാൻ റൈറ്റിംഗ് ആയിരുന്നു ജയിച്ചത്, ഹിയറിംഗ് എനിക്ക് കിട്ടിയില്ല. അപ്പോൾ ഞാൻ ഈ പോകുന്ന സമയത്തൊക്കെ ഉടമ്പടി ഉപ്പും നേർച്ച വസ്തുക്കളൊക്കെ ഞാൻ ഉപയോഗിച്ചിരുന്നു. പിന്നെ ബാംഗ്ലൂർ പോയപ്പോൾ ഞാൻ കന്നഡ പത്രം കൊടുത്തു. കൊച്ചിയിൽ പോയപ്പോൾ ഞാൻ അവിടെ മലയാള പത്രം ഞാൻ വിതരണം ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ 3 സ്ഥലത്ത് പിന്നെയും ഡേറ്റ് എടുത്തു. അതും ബാംഗ്ലൂരും പിന്നെ ചെന്നൈയിലൊക്കെ ആയിട്ടായിരുന്നു ഡേറ്റ് എടുത്തത്. പക്ഷേ എനിക്ക് ഹിയറിംഗ് കിട്ടിയില്ല. അപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര സങ്കടമായി, ഇനിയിപ്പം എന്താ ഇതിന് മാത്രം എനിക്ക് കിട്ടാത്തതെന്നുള്ള ഒരു വിഷമമായിരുന്നു. പിന്നെ ഞാൻ ഉടമ്പടി പുതുക്കാൻ വേണ്ടി പോയില്ല, കാരണം എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു, പക്ഷേ എനിക്ക് അതിനോടുള്ള ഒരു ഇൻട്രസ്റ്റ് അങ്ങ് പോയി. അപ്പോൾ ഞാൻ പിന്നെ ഉടമ്പടി പുതുക്കാൻ വേണ്ടി പോയില്ല. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ 3 മൊഡ്യൂൾസ് വെച്ച് പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തായിരുന്നു. പക്ഷേ അവിടെയും ഞാൻ ഇൻ്റർവ്യൂസ് 1ും 2ും പാസ്സാകും. ഫൈനൽ ഇൻ്റർവ്യൂ ആകുമ്പോഴത്തേക്കും ഞാൻ ഫെയിലായി പോകും. അപ്പം അങ്ങനെ ഞാൻ എൻ്റെ മുന്നോട്ടൊന്നും നടക്കുന്നില്ല. അപ്പം ഞാൻ പിന്നെ ഒരു ദിവസം ബൈബിൾ എടുത്ത് ഞാൻ മാതാവിനോട് ചോദിച്ചു, മാതാവ് ഇനി ഞാൻ എന്താ ചെയ്യണ്ടേ, എനിക്കിനി ഞാൻ എക്സാം എഴുതണോ, എന്താ മാതാവിൻ്റെ തീരുമാനം എന്താ എന്ന് എന്നെ ഒന്ന് അറിയിക്കണേ എന്ന് പറഞ്ഞ് ഞാൻ ബൈബിൾ തുറന്നപ്പോൾ എനിക്ക് കിട്ടിയ വചനം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം 4-ാം വാക്യമാണ്. പോയി തന്നെ പുരോഹിതന് കാണിച്ചു കൊടുക്കുകയും മോശ കൽപ്പിച്ചിട്ടുള്ള കാഴ്ച ജനത്തിൻ്റെ സാക്ഷ്യത്തിനായി ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യുക. അപ്പം ഞാനിത് അമ്മേനോട് പറഞ്ഞപ്പം അമ്മ എന്നോട് പറഞ്ഞു, നീ ഇതുവരെ കിട്ടിയിട്ടുള്ള നിൻ്റെ അനുഗ്രഹങ്ങളൊക്കെ പോയി സാക്ഷിയാക്കി എഴുതി കൊടുക്കുക, എന്നിട്ട് പോയി ഉടമ്പടി പുതുക്കിയിട്ട് വാ, അതാ ഇതിൽ പറഞ്ഞിരിക്കുന്നതിൻ്റെ അർത്ഥം എന്ന് അമ്മ എന്നോട് പറഞ്ഞു. അപ്പം അങ്ങനെ ഞാൻ ഏപ്രിൽ മാസത്തിൽ പിന്നെയും വന്നു ഇവിടെ ഉടമ്പടി എടുക്കാനായിട്ട്. അപ്പം ഞാൻ ഉടമ്പടി പുതുക്കാനും പിന്നെ സാക്ഷി എഴുതി കൊടുക്കാനുമായിരുന്നു വന്നത്. പക്ഷേ അന്ന് ഞാൻ വളരെ ലേറ്റായിട്ട് വന്നതുകൊണ്ട് തന്നെ എനിക്ക് സാക്ഷ്യം എഴുതി കൊടുക്കാൻ പറ്റിയില്ല. ഞാൻ ഉടമ്പടി പുതുക്കി തിരിച്ച് വീട്ടിൽ വന്നതിൻ്റെ പിറ്റേ ദിവസം രാത്രിയിൽ ഞാനൊരു സ്വപ്നം കണ്ടു. ജോസഫ് അച്ഛൻ ഇവിടെ സാക്ഷ്യം എഴുതി കൊടുക്കുന്നതിന് അവിടെ നിൽക്കുക. അപ്പം എന്നെ വന്ന് വിളിച്ചിട്ട് എന്നോട് ചോദിച്ചു, ഇത് 8ാമത്തെ അറ്റംപ്റ്റ് അല്ലേ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, അല്ല, ഇതെൻ്റെ 7ാമത്തെ അറ്റംപ്റ്റാണ് എന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ എന്നോട് നോക്കി ചിരിച്ചിട്ട് പറഞ്ഞു, പേടിക്കേണ്ട, ഇനി നീ പാസ്സായിക്കോളും പറഞ്ഞ് എന്നെ ബ്ലെസ് ചെയ്തു. അപ്പം ഞാൻ കാണുന്നത് ഒരു വലിയ കുരിശാണ്. അപ്പോൾ പിറ്റേ ദിവസം എണീറ്റപ്പോൾ ഞാൻ വിചാരിച്ചു, എന്തായാലും അച്ഛൻ ബ്ലെസ് ചെയ്തതാണല്ലോ, അപ്പോൾ ഇനി ഇപ്രാവശ്യം ഞാൻ എന്തായാലും ജയിക്കും, ഒരു ഡേറ്റും കൂടെ എടുത്തേക്കാമെന്ന് കരുതി. അങ്ങനെ ഞാൻ ജൂൺ 9 പിന്നെയും ഞാൻ ബാംഗ്ലൂർ തന്നെ ഡേറ്റ് എടുത്തു. അപ്പോൾ അതിനിടയിലൊക്കെ പരിശുദ്ധ അമ്മയുടെ പ്രസൻസ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പം കുമ്പസാരിച്ച് ഇറങ്ങിക്കഴിയുമ്പം കുന്തിരുകത്തിൻ്റെ മണവും പിന്നെ ഞാൻ മറ്റുള്ളവരോട് സാക്ഷ്യം പറയുമ്പം എനിക്കും മറ്റുള്ളവർക്കൊക്കെ സുഗന്ധാഭിഷേകമൊക്കെ കിട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇപ്രാവശ്യം എന്തായാലും മാതാവ് ജയിപ്പിക്കും, കാരണം സ്വപ്നത്തിൽ അച്ഛൻ വന്ന് പറഞ്ഞതും കൂടെയാണല്ലോ. അപ്പോൾ അങ്ങനെ ഞാൻ എക്സാം എഴുതാൻ പോയി തിരിച്ചു വന്നു. 2 ദിവസത്തിനുള്ളിൽ റിസൾട്ട് വന്നു. ഞാൻ അതിൽ ഫെയിലായി. അപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര സങ്കടമായി, കാരണം ഇത്രയും അടയാളങ്ങളും പിന്നെ സ്വപ്നമൊക്കെ കാണിച്ചു തന്നിട്ടും ഞാൻ ഫെയിലായി പോയല്ലോ എന്ന് ഓർത്തിട്ട് എനിക്ക് ഭയങ്കര സങ്കടമായി. അപ്പോൾ അങ്ങനെ ഒരു 2 ആഴ്ചയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഇവിടെ ലിവിങ് ഒറാക്കിൾസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, 2 ട്വിൻസിന് 10ാം ക്ലാസ്സിൻ്റെ റിസൾട്ട് വന്നപ്പം ഒരാൾക്ക് ഫുൾ A+ഉം ഒരാൾക്ക് 8 A+ഉം കിട്ടി.
അപ്പോൾ അതിൽ ആ 8 A+ കിട്ടിയ കുട്ടിക്ക് ഒരു സ്വപ്നം കണ്ടിട്ടുണ്ടായിരുന്നു. ആ കുട്ടി ഒരു വലിയ കുരിശാണ് കണ്ടേ. അപ്പം അതിൽ പറയുന്നത് ആ കുരിശ് ആ കുട്ടിക്ക് നിത്യജീവനിലേക്കുള്ള ഒരു വലിയ സംഭാവനയായിട്ടാണ് ഈശോ വച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പം ഞാനും അമ്മയും വിചാരിച്ചു എന്തായാലും ഇപ്രാവശ്യം അപ്പം ഞാനും കുരിശ് കണ്ടായിരുന്നല്ലോ, കുരിശ് സഹനത്തിൻ്റെ ആണല്ലോ അടയാളം. അപ്പോൾ ഞാനും അങ്ങനെ തന്നെ വിചാരിച്ചു. അതിനുശേഷം എനിക്ക് കംപ്ലീറ്റ് കൺഫ്യൂഷനായിരുന്നു. ഇനി ഞാൻ എന്താ ചെയ്യണ്ടേ, ഡേറ്റ് എടുക്കണോ, 3 മൊഡ്യൂൾ വെച്ച് കൊടുത്തിട്ടും എനിക്കൊന്നും ആയില്ല. അങ്ങനെ കംപ്ലീറ്റ് കൺഫ്യൂഷനായിരുന്നു. പിന്നെ ഞാൻ അമ്മയോട് പറഞ്ഞു എന്തായാലും ഇനി അടുത്ത വർഷത്തെ മാർച്ച് ഇൻടേക്കിലേക്ക് ഒക്ടോബർ 30 വരെ സമയം സർട്ടിഫിക്കറ്റ് ഫുൾ മൊഡ്യൂൾസിൻ്റെ സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്യാൻ. അപ്പം ഞാൻ അമ്മേനോട് പറഞ്ഞു എന്തായാലും ഇനി ഒരു 2-3 മാസം ബാക്കിയുണ്ടല്ലോ, ഒരു സ്ഥലത്തും കൂടെ നമുക്ക് ഡേറ്റ് എടുത്ത് നോക്കാം. ഇപ്രാവശ്യം ബാംഗ്ലൂർ മാറ്റി നമുക്ക് കൊൽക്കത്തയ്ക്ക് ഡേറ്റ് എടുക്കാമെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ഓഗസ്റ്റ് 5 കൊൽക്കത്തയിൽ ഡേറ്റ് എടുത്തു. അങ്ങനെ ഞാൻ ഓഗസ്റ്റ് 2 ആയപ്പോഴത്തേക്ക് എനിക്ക് പുതുക്കാനുള്ള ടൈം ആയിരുന്നു. അപ്പം ഞാനിവിടെ വന്നിട്ട് മാതാവിൻ്റെ അടുത്ത് വന്ന് ഞാൻ ഉടമ്പടി പുതുക്കുന്ന ടൈമിൽ ഞാനിവിടുന്ന് അതുവരെ ഞാൻ പത്രം മേടിച്ചുകൊണ്ടിരുന്നത് 3 കെട്ട് മാത്രമായിരുന്നു. പക്ഷേ എപ്പോഴും ജോസഫ് അച്ഛൻ പറയും അനുഗ്രഹങ്ങളെല്ലാം അടങ്ങിയിരിക്കുന്നത് പ്രേക്ഷിത പ്രവർത്തനത്തിലൂടെയാണെന്ന് പറയും. അപ്പോൾ അമ്മ എന്നോട് പറഞ്ഞു നീ ഇപ്രാവശ്യം പോകുമ്പോൾ 10 കെട്ട് പത്രം കൊണ്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞാൻ ഇവിടെ വന്ന് 10 കെട്ട് പത്രമായിട്ടാണ് ഞാൻ കൃപാസനത്തിൽ നിന്ന് ഇറങ്ങിയത്. ആദ്യമായിട്ടാണ് ഞാൻ ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യുന്നത്, എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ്. അപ്പം അതിൻ്റേതായിട്ടുള്ള ടെൻഷനും ഉണ്ട്. അപ്പം ഞാൻ മാതാവിനെ മുറുക്കെ പിടിച്ചു. ഞാനിവിടുന്ന് ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനിലും ആലപ്പുഴ ബസ് സ്റ്റാൻഡിലും ഓട്ടോ സ്റ്റാൻഡിലൊക്കെ പോയി കടകളിലൊക്കെ പോയി ഞാൻ പത്രം കൊടുത്തു. അന്ന് ഞാൻ 10 കെട്ട് പത്രം പറഞ്ഞെങ്കിലും ആക്സിഡൻ്റലി എനിക്ക് 13 കെട്ട് പത്രമായിരുന്നു എൻ്റെ കയ്യിലുണ്ടായിരുന്നത്. അപ്പം ഞാൻ ഇവിടുന്ന് പോയപ്പം 6 കെട്ട് പത്രം ഞാൻ കൊണ്ടുപോയി കൊടുത്തു, എല്ലാവർക്കും കൊണ്ടുപോയി കൊടുത്തു. അത് കഴിഞ്ഞ് ഞാൻ എക്സാമിന് പോയി. എക്സാമിൻ്റെ അന്ന് എനിക്ക് പതിവില്ലാത്ത ടെൻഷനായിരുന്നു. ഇതുവരെ എനിക്ക് അത്രയും ടെൻഷൻ ഉണ്ടായില്ല, പതിവില്ലാത്ത ടെൻഷനായിരുന്നു. അങ്ങനെ ഞാൻ എക്സാം എഴുതി. എക്സാമിന് അറ്റൻഡ് ചെയ്തപ്പോഴും എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, അവർ പറയുന്നത് ഒന്നും എനിക്ക് മനസ്സിലായില്ല. എക്സാം എഴുതി കഴിഞ്ഞ് ഞാൻ തിരിച്ച് വീട്ടിലെത്തി ഞങ്ങൾക്ക് 1 മാസം എടുക്കും കൊൽക്കത്തയുടെ റിസൾട്ട് വരാൻ. ആ 1 മാസം ഞാൻ കരയാത്ത ഒരു ദിവസം പോലും ഉണ്ടായിരുന്നില്ല. എല്ലാ ദിവസവും രാത്രിയിലും പകലൊക്കെ ഞാൻ കരയുമായിരുന്നു. മാതാവ് ഇപ്രാവശ്യം എന്നെ ജയിപ്പിക്കണേ, ഇനി എനിക്കറിയത്തില്ല എന്താ ചെയ്യേണ്ടതെന്ന്, ഒരു വഴി എൻ്റെ മുന്നിലില്ല, അതുകൊണ്ട് ഇപ്രാവശ്യം എന്നെ ജയിപ്പിക്കാതെ വിടല്ലേ എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു. അതിൻ്റെ ഇടയിൽ ഞാൻ പിന്നെയും സ്വപ്നം കാണുക പത്രം കൊടുക്കുന്നതായിട്ട്. അപ്പം ഞാൻ പിന്നെയും അമ്മ ഒരു 3 കെട്ട് പത്രവും ഞാനൊരു 4 കെട്ട് പത്രവും കൂടെ പിന്നെയും മേടിച്ചു. എന്നിട്ട് ഓഗസ്റ്റ് 15 മാതാവിൻ്റെ സ്വർഗാരോപണ തിരുനാളിൻ്റെ അന്ന് ഞങ്ങൾ പത്രം കൊണ്ടുപോയി കൊടുത്തു. ടൗണിൽ ഇറങ്ങി. അത് കഴിഞ്ഞിട്ട് കാഞ്ഞങ്ങാട് കൊണ്ടുപോയി കൊടുത്തു. ചെറുപുഴയിലൊക്കെ ഞങ്ങൾ പത്രം കൊണ്ടുപോയി വിതറി കൊടുത്തു. അതിനുശേഷം സെപ്റ്റംബർ 2 അതിൻ്റെ ഇടയിൽ ഞാൻ എക്സാം എഴുതി പിറ്റേ ആഴ്ചത്തെ ഉടമ്പടി ധ്യാനത്തിൽ അച്ഛൻ പറഞ്ഞായിരുന്നു 44 ദിവസത്തിനുള്ളിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യം നിങ്ങൾക്ക് മാതാവ് സാധിച്ചു തരും എന്ന് അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ അതിൽ പൂർണ്ണമായിട്ടും വിശ്വസിച്ചു. അതിനുശേഷം ഒരു ഉടമ്പടി ധ്യാനത്തിൽ ഞാൻ മാതാവിൻ്റെ മുന്നിൽ 2 പേപ്പറിൽ ജയിക്കില്ല എന്ന് പറഞ്ഞ് ഞാൻ എഴുതി. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവ് ഞാൻ ഇതിലൊന്നെടുക്കും, അതായിരിക്കണം എൻ്റെ റിസൾട്ട് എന്ന് പറഞ്ഞ് ഞാൻ എടുത്തു. അപ്പം അതിൽ ജയിക്കും തന്നെയായിരുന്നു. ഞാനത് മടക്കി മാതാവിൻ്റെ കയ്യിലേക്ക് തന്നെ ഞാൻ വച്ചു കൊടുത്തു. അങ്ങനെ സെപ്റ്റംബർ 2 ഒരു ഉച്ച സമയം 2:30 ആയപ്പോഴത്തേക്കും എൻ്റെ റിസൾട്ട് വന്നു. റിസൾട്ട് വന്നപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര ടെൻഷനാണ്. ഞാൻ കിടന്ന് കരഞ്ഞുകൊണ്ടിരിക്കുക, വീട്ടിൽ ആരുമില്ല. അപ്പം ഞാൻ ഭയങ്കര കരച്ചില്ല, എനിക്ക് റിസൾട്ട് നോക്കാൻ ഭയങ്കര പേടിയാണ്. കഴിഞ്ഞ 7 തവണ ഞാൻ ഈ ഹിയറിങ്ങിൻ്റെ റിസൾട്ട് നോക്കുമ്പോൾ ഞാൻ ഫെയിൽഡ് എന്നാണ് കാണിച്ചത്. ഇപ്രാവശ്യം കൂടെ തോറ്റിട്ടുണ്ടെങ്കിൽ ഞാൻ തകർന്നു പോകും, അതുകൊണ്ട് എന്നെ ജയിപ്പിക്കില്ല മാതാവ്, തോറ്റ റിസൾട്ടാണെങ്കിൽ എനിക്ക് കാണണ്ടെന്ന് പറഞ്ഞിട്ട് തന്നെയാണ് ഞാൻ മാതാവിൻ്റെ അടുത്ത് മുട്ടുകുത്തി നിന്നത്. എന്നിട്ട് ഞാൻ 2 മെഴുകുതിരിയും കത്തിച്ച് വെച്ച് ഞാൻ കരഞ്ഞുകൊണ്ടിരിക്കുക മാതാവ് എന്നെ ജയിപ്പിക്കണേന്ന് പറഞ്ഞ്. അന്നേരം മാതാവ് എൻ്റെ അടുത്ത് വന്ന് പറയുന്നത് പോലെ എനിക്ക് തോന്നി, നീ ഇങ്ങനെ കരയല്ലേ, നീ ആദ്യം റിസൾട്ട് ഒന്ന് എടുത്ത് നോക്കിക്കേ എന്ന് മാതാവ് എന്നെ അങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഞാൻ ബൈബിള് തുറന്നപ്പോൾ എനിക്ക് കിട്ടിയ വചനം, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു, നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എൻ്റേതാണെന്ന് പറയുന്ന വചനവും കൂടിയായിരുന്നു കിട്ടിയത്. അങ്ങനെ ഞാൻ റിസൾട്ട് തുറന്നു നോക്കി. എനിക്ക് 100-ൽ 77 മാർക്ക് നൽകിയിട്ടാണ് മാതാവ് എന്നെ ജയിപ്പിച്ചത്. അതിന് മുന്നേ വരെ ഞാൻ എക്സാം എഴുതിയപ്പോഴൊക്കെ എനിക്ക് 100-ൽ 30, 100-ൽ 42 മാർക്ക് കിട്ടി. എനിക്ക് 77 മാർക്ക് നൽകി പരിശുദ്ധ അമ്മ എന്നെ ജയിപ്പിച്ചു. ഇത് എൻ്റെ കഴിവ് കൊണ്ടല്ല, പരിശുദ്ധ അമ്മ തന്നെ നൽകിയ ഒരു മാർക്ക് തന്നെയാണ് ഇത്. ഇതാണ് എൻ്റെ സാക്ഷ്യം.
ഇനി എനിക്ക് 4 വർഷമായിട്ട് എനിക്ക് അലർജി ഉണ്ടായിരുന്നു, ഫുഡ് അലർജി ഉണ്ടായിരുന്നു. എനിക്ക് ബീഫും പന്നിയൊക്കെ കഴിക്കുമ്പം നല്ല രീതിയിൽ ബ്രീത്തിങ് പ്രോബ്ലം വരാറുണ്ട്. അപ്പോൾ അമ്മയായിരുന്നു എനിക്ക് ആദ്യം ഉടമ്പടി വസ്തുക്കൾ എനിക്ക് തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിനുശേഷം ഞാനും ഇത് കഴിക്കുന്നതിന് മുന്നേ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിക്കുമായിരുന്നു. ഇപ്പോൾ എനിക്കത് കംപ്ലീറ്റ് ആയിട്ട് എൻ്റേത് മാറി കിട്ടിയിട്ടുണ്ട്. ഉടമ്പടി എടുക്കുന്നതിന് മുന്നേ തന്നെ എനിക്കൊരു അനുഭവം ഉണ്ടായത്, ഞാൻ +2 പഠിക്കുമ്പോൾ എൻ്റെ വീട്ടിൽ ആദ്യം ഉടമ്പടി എടുത്തത് എൻ്റെ അമ്മയാണ്. അപ്പോൾ അമ്മയാണ് ആദ്യമായിട്ട് വീട്ടിൽ ഉടമ്പടി എടുക്കുന്നത്. അപ്പോൾ ഞാൻ +2 ടൈമിലൊക്കെ അമ്മയുടെ കാശ് രൂപ എനിക്ക് തന്നു വിടുമായിരുന്നു. അപ്പോൾ ഉടമ്പടി കെമിസ്ട്രി എക്സാമിൻ്റെ ടൈമിൽ, പ്രാക്ടിക്കൽ എക്സാമിൻ്റെ ടൈമിൽ എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, ഇത് ഏത് ആൻസർ. കാരണം എനിക്ക് എക്സ്പെരിമെൻറ്റ് ചെയ്തിട്ട് കറക്റ്റ് ആൻസർ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് ഡൗട്ടായിരുന്നു ഇത് തന്നെയാണോ ആൻസർ എന്നുള്ളത്. അപ്പോൾ ഞാൻ എന്നിട്ട് മാതാവിൻ്റെ കാശ് രൂപ മുറുകെ പിടിച്ചിട്ട് മാതാവിനോട് പറഞ്ഞു, മാതാവ് ഇതായിരിക്കണേ കറക്റ്റ്, എനിക്കൊരു ആൻസർ പറഞ്ഞു തരണേന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു. അപ്പോഴത്തേക്ക് എൻ്റെ മനസ്സിലേക്ക് ഒരു ആൻസർ വന്നു, ഞാനത് എഴുതുകയും ചെയ്തു. അങ്ങനെ എനിക്ക് റിസൾട്ട് വന്നപ്പോൾ എനിക്ക് കെമിസ്ട്രിയിൽ നല്ല മാർക്ക് തന്നെ, എനിക്ക് 40-ൽ 38 മാർക്ക് നൽകി മാതാവ് എന്നെ അനുഗ്രഹിച്ചു. പിന്നെ ബാക്കി അനുഗ്രഹങ്ങൾ പറഞ്ഞ് ഞാൻ അമ്മയ്ക്ക് കൊടുക്കും. 7 തവണ മോള് തോറ്റപ്പോൾ 8ാമത്തെ തവണത്തെ പരീക്ഷയുടെ സമയത്ത് ഞാൻ പ്രാർത്ഥിച്ചത് അവളുടെ വിശ്വാസം കാത്തു സൂക്ഷിക്കണേ മാതാവെന്ന് മാത്രമായിരുന്നു. മാതാവ് ഏതായാലും അത് സാധിച്ചു തന്നു. പിന്നെ വിശേഷവിധിയായിട്ട് ഞാൻ എന്താണ് ചെയ്യുന്നത് എപ്പോഴും അച്ഛനിങ്ങനെ ചോദിക്കുമ്പോൾ എനിക്ക് എപ്പോഴും മനസ്സിലൊരു ഇതുണ്ടായിരുന്നു, എന്താണ് ചെയ്യാൻ പറ്റുകയെന്ന്. അപ്പോൾ ഞാനിങ്ങനെ വിശുദ്ധ കുർബാനയുടെ ഇടയ്ക്ക് ഇങ്ങനെ ഈശോയോട് എപ്പോഴും ഞാൻ ചോദിക്കും, എന്താ മാതാവേ ഞാൻ ചെയ്യേണ്ടതെന്ന്. അപ്പോൾ എനിക്ക് മാതാവ് ഒരു ബോധ്യം തന്നു, ജപമാല കിട്ടി നീ എല്ലാവർക്കും കൊടുക്കുന്ന അങ്ങനെ ഒരു ഇതൊന്നും. എനിക്ക് പക്ഷേ ജപമാല കെട്ടാനോ ഒന്നും എനിക്കറിയത്തില്ല. ഞാൻ യൂട്യൂബിൽ നോക്കി പഠിച്ച മറ്റേ ഓൺലൈൻ വഴി ഞാൻ ബീഡ്സും ത്രെഡൊക്കെ ഞാൻ ഓർഡർ ചെയ്ത് ജപമാല കെട്ടി എല്ലാവരോടും ജപമാല മാസം വരുന്ന ജപമാല പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞ് സ്കൂളിൻ്റെ അടുത്തുള്ള പിള്ളേർക്കും ബാക്കി എല്ലാവർക്കും ഞാൻ ജപമാല കെട്ടി എല്ലാവർക്കും വിതരണം ചെയ്ത് അങ്ങനെ ചെയ്തു പോന്നു. ഇപ്പോൾ ഈ റിസൾട്ട് അറിയുന്ന ആ സമയത്ത് ഞാനും മോളും കൂടെ 20 കെട്ട് പത്രമാണ് എല്ലാവർക്കും കൊടുത്ത് അനുഭവങ്ങൾ പറഞ്ഞ് ഞാൻ കൊടുത്തത്. പിന്നെ എനിക്ക് ന്യൂറോപ്പതിക് പെയിൻ ഉണ്ടായിരുന്നു, എനിക്ക് ഒരു ഡിസ്ക് ബൾജ് ചെയ്തിട്ടുള്ള ന്യൂറോപ്പതിക് പെയിൻ ഉണ്ടായിരുന്നു. അപ്പോൾ അത് മാതാവിൻ്റെ ഉപ്പും തൈലവും എല്ലാം ഉപയോഗിച്ച് എനിക്കിപ്പോൾ അത് പൂർണ്ണമായി മാറിയെന്ന് പറയുന്നില്ല, എന്നാലും കുറേയൊക്കെ എനിക്ക് മാറ്റം വന്നു. ഇപ്പോൾ ഞാൻ ജപമാലയൊക്കെ മുട്ടുകുത്തിച്ചല്ല, അല്ലെങ്കിൽ എനിക്കൊരു 10 മിനിറ്റ് പോലും എനിക്ക് മുട്ടുകുത്താൻ പറ്റുന്നുണ്ടായിരുന്നില്ല. മുട്ടുകുത്തിയാലോ എനിക്കൊരു 1-2 ആഴ്ചത്തേക്ക് ആ വേദന നിലനിൽക്കുമായിരുന്നു. ഇപ്പോൾ അതെനിക്ക് ഒരു 3/4 ഭാഗം എനിക്കത് മാറി തന്നിട്ടുണ്ട്. പിന്നെ വിശുദ്ധ കുർബാനയിലൊക്കെ എന്നും സജീവമായിട്ട് പങ്കെടുക്കാനും നല്ല കുമ്പസാരം നടത്താനും എല്ലാം എനിക്ക് സാധിക്കുന്നുണ്ട്. ഈശോയ്ക്കും മാതാവിനും ഒരായിരം നന്ദി. പിന്നെ കാരുണ്യ പ്രവൃത്തിയായിട്ട് ഞങ്ങൾ ചെയ്തത്, ഞങ്ങൾ കാഞ്ഞങ്ങാട് പോയിട്ട് ഭക്ഷണം ഉണ്ടാക്കി അവിടെ വഴിയിലൊക്കെ ഇരിക്കുന്നവർക്കൊക്കെ കൊണ്ടുപോയി കൊടുക്കുമായിരുന്നു ഞായറാഴ്ചകളിൽ. അതുപോലെ തന്നെ ഞാനും അമ്മയും കൂടെ ഞങ്ങളുടെ വീടിനടുത്തൊരു ഓൾഡ് ഏജ് ഹോം ഉണ്ട്. അപ്പോൾ അവിടെയുള്ള അമ്മച്ചിമാർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ കൊടുക്കുകയും അവരോട് കുറേ നേരം സംസാരിച്ചിരിക്കുകയും അവർക്ക് ബൈബിൾ വായിച്ചു കൊടുക്കുകയും സാക്ഷ്യങ്ങൾ കേൾപ്പിച്ചു കൊടുക്കുകയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാനും അമ്മയും കൂടെ ചെയ്യുമായിരുന്നു. പിന്നെ ആത്മീയമായിട്ട് ഉണ്ടായ വളർച്ച, ഞാൻ ആദ്യമൊക്കെ ഞാൻ കുമ്പസാരിച്ചുകൊണ്ടിരുന്നത് 2 മാസം 3 മാസമൊക്കെ കൂടുമ്പോഴായിരുന്നു. പക്ഷേ ഇപ്പം ഞാൻ എല്ലാ ആഴ്ചയിലും ഞാൻ പോയി കുമ്പസാരിക്കും. പിന്നെ ആദ്യമൊക്കെ എനിക്ക് ബൈബിൾ വായിക്കാനൊക്കെ നല്ല മടിയായിരുന്നു. പക്ഷേ ഇപ്പം അതൊക്കെ മാറി ഞാനിപ്പോൾ ബൈബിളൊക്കെ വായിക്കും, സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ ബൈബിൾ വായിക്കും. പിന്നെ ജീവിതത്തിൽ പിന്നെ എനിക്ക് ദേഷ്യം, എനിക്ക് അത്യാവശ്യം വീട്ടിലുള്ളവരോട് എനിക്ക് കുറച്ച് ദേഷ്യമൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് പെട്ടെന്ന് ഞാൻ ഇതാവും. പക്ഷേ ഇപ്പം എനിക്ക് അതൊക്കെ കുറഞ്ഞിട്ടുണ്ട്, ഞാൻ അങ്ങനെ ദേഷ്യപ്പെടാറൊന്നുമില്ല. എനിക്ക് ഇത്രയും